പ്രിയമുള്ളവരെ, ഇന്ന് ഈ വൈകുന്നേരം നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് മലയാളത്തിൻ്റെ ഒരു മഹാപ്രതിഭയെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ, സംഭാവനകളെ പരാമർശിക്കുകയും അതുവഴി ആ മഹാനുഭാവൻ ഭാഷക്കും അതുവഴി സമൂഹത്തിന് നൽകിയ സംഭാവനകളെ ഓർമ്മിക്കുക, ആദരാഞ്ജലി അർപ്പിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച രണ്ട് പ്രധാന സംഭവങ്ങൾ നടന്നതിൽ ഒന്ന് MD-യുടെ വിയോഗവും. അകാല വിയോഗമെന്ന് പറയാൻ പറ്റില്ല. 80 വയസ്സ് 24 വയസ്സ് എന്നൊക്കെ പറയുന്നത് കാലികമായ മരണാവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് കാലികമായ മരണാവസ്ഥ തന്നെയാണെന്ന് അറിയാം. എങ്കിൽ പോലും ഒരു സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ മനുഷ്യരെ, അവരുടെ സേവനങ്ങളെ പ്രതി ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ ഇഹലോക ജീവിതത്തിൽ ഓരോ മനുഷ്യരും അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്, സംഭാവനകൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ മാനവിക അളവുകോൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അളക്കും. എന്നിട്ട് ഏറ്റക്കുറിച്ചിലുകൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ MD-യെ സംബന്ധിച്ച് നമുക്ക് നേരിടാനുള്ളത്. ഞാനൊരു കേവല ആസ്വാദികൾ മാത്രമാണ് ഈ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലും, ഒരു സാധാരണ വായനക്കാരനായ എൻ്റെ മനസ്സിലും മുറിയാത്ത ഒരു ആസ്വാദനത്തിൻ്റെ നദി ഒഴുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. MD-യെ മലയാള ഭാഷ അറിയുന്നവർക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായി. നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒന്നാം തരം ഒരു ഭരണാധികാരിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം നിർവചിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഒന്നാം തരം ഒരു പത്രാധിപരായിരുന്നു, ഒരു വിമർശകനാണ്. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം വളരെ മിതഭാഷിയായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ വാഗ്മിതയുടെ ഒരു പ്രധാന ഗുണമായിട്ട് സംസ്കൃത കാവ്യകാരന്മാർ ഈ ചുരുങ്ങിയ വാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. മിതഞ്ച സാരഞ്ച വദ്യോഗി വാഗ്മിത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞു പറയുന്നത് വാഗ്മിതയുടെ ഒരു ഗുണം തന്നെയാണ്. പക്ഷെ പറയേണ്ടതുപോലെ പറഞ്ഞ ഒരു വ്യക്തിയാണ് MD എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നിയൊരു ഘട്ടം തുഞ്ചൻ പറമ്പിൻ്റെ കാര്യത്തിൽ MD എടുത്ത നിലപാട്. ഈ തുഞ്ചൻ സ്മാരകം ഗൗരവതലത്തിൽ കൊണ്ടുപോകണമെന്ന് അഭിപ്രായം വന്നപ്പോൾ, അതിനെക്കുറിച്ച് ആലോചന വന്നപ്പോൾ MD-യുടെ ഒരു നിർബന്ധം ഞാൻ വായിച്ചു കേട്ടൊരു കാര്യമാണ്. MD-യുടെ ഒരു നിർബന്ധം അതൊരു ട്രസ്റ്റാക്കി മാറ്റണമെന്ന് നിർബന്ധമാണ്. അതൊരു കമ്മിറ്റി ആക്കിയാൽ പറ്റില്ല. അപ്പോൾ കമ്മിറ്റി ആകുമ്പോൾ കാലാകാലങ്ങളിൽ അതിൻ്റെ ഭരണാധികാരികൾക്ക് മാറ്റം വരും. ഒരു എന്തുദ്ദേശത്തിലാണോ ഇത് സ്ഥാപിച്ചത് അതിന് ഘടകവിരുദ്ധമായ തീരുമാനങ്ങൾ അടുത്ത വരുന്ന ഭരണസമിതിക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കണ്ടിട്ട്
ഇദ്ദേഹം വാശി പിടിച്ചു എന്നാണ് പറഞ്ഞത്. ആ വാശി പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് തുഞ്ചൻ പറമ്പ് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറി. കവികൾക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ തന്നെ തങ്ങാനുള്ള ഇടമുണ്ടായി. ഇത് പറയുമ്പോഴും അതിനെതിരായിട്ടും ഉണ്ടായിട്ടുണ്ട് ആക്ഷേപം. ഈ എം ഡിയുടെ സാഹിത്യ സംഭാവനയിൽ ഉപരിയായി, സാഹിത്യ സംഭാവന കുറിച്ച് നിങ്ങൾ പലരും സംസാരിക്കുമെന്ന് എനിക്കറിയാം, ഇതിനെതിരായിട്ട് ശക്തമായ വിരോധം സമ്പാദിച്ച ആളുമാണ് എം ടി വാസുദേവൻ നായർ. സുകുമാർ അഴീക്കോട് ഇതിനെ പരിഹാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന വേദികളിലൊക്കെ ഉപയോഗിച്ച് എം ഡിയെ എന്താ പറയുക അടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴും എം ഡിയുടെ പ്രതികരണം അദ്ദേഹത്തിന് അത് പറയാം എന്ന് മാത്രമാണ്, ഒരു മറുപടി പറയാൻ അദ്ദേഹം പോയില്ല. അതുപോലെ ഈ തളിപ്പറമ്പിൽ വെച്ച് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ടി പത്മനാഭൻ തുഞ്ചൻ പറമ്പിലെ മൂത്തടുത്ത സ്കൂളിലെ ഹാളിൽ വെച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള പ്രഭാഷണത്തിൽ ഈ എന്താ പറയുക തുഞ്ചൻ പറമ്പ് ഒരു മദ്യശാല, മദ്യപാന കേന്ദ്രമായി മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. പത്രത്തിലും പുസ്തകങ്ങളിലൊക്കെ അതിൻ്റെ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ കേവലമായ ഒരു കുറേ കവിതകൾ എഴുതി ഗ്രന്ഥങ്ങൾ, അമൂല്യമായ ഗ്രന്ഥങ്ങൾ ഇതിനെ സമ്മാനിച്ചു പോയ ഒരു കാവ്യകാരൻ അല്ലെങ്കിൽ ഒരു കഥാകാരൻ എന്നതിലുപരിയായി ശക്തിയായ നിലപാടുള്ള ഒരാളായിരുന്നു എം ടി എന്ന്. എം ടിയെ ഞാൻ ഒരു വായനക്കാരൻ എന്നതിൽ പരിചയപ്പെട്ടത് എൻ്റെ വായനയുടെ ഭാഗമായിട്ട് പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എം ടിയുടെ പുസ്തകങ്ങൾ വായിച്ചു എന്നതിലുപരിയായി എൻ്റെ മനസ്സിൽ തറച്ച ഒരു ഭഗ്ന പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഓളവും തീരുമെന്ന ഈ സ്ക്രിപ്റ്റ് എനിക്കൊന്ന് ഓർമ്മയുണ്ട്. VM വായനശാലയിൽ നിന്ന് അതിൻ്റെ സ്ക്രിപ്റ്റാണ് വായിച്ചത്. അതിൻ്റെ വേറെ ഒരു പേരിലൊരു കഥയാണത്. ആ കഥയെ ഈ സിനിമ പറ്റുന്ന സ്ക്രിപ്റ്റാക്കി മാറ്റിയപ്പോഴാണ് ഓളവും തീരുമായത്. ഓളവും തീരത്തിലെ ആ കഥാപാത്രങ്ങളും അതിൻ്റെ അത്യന്ത മനോഹരമായ ചിത്രീകരണവും അതൊക്കെ മനസ്സിൽ പൊള്ളുന്ന അനുഭവങ്ങളാക്കി മാറ്റാൻ എം ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓളവും തീരവും എന്ന് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അതിൽ ബാപ്പുട്ടിയും സൈനവയും ദിവാത്തുമ്മയും ഒക്കെ മനസ്സിൽ എന്താ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വായനശാലയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന ആളുകളാണ്. ആ വായിച്ച് മതിമറന്ന നാളുകൾ ഞാൻ ഇന്നും ആദരപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഓപ്പോളും ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധനുമൊക്കെ നമ്പരും ഉണർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നോവലുകളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയെക്കുറിച്ചും ഒക്കെ തന്നെ ഇവിടെ നമ്മുടെ സ്വാമൻ കടലൂർ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈ ഗ്രൂപ്പും പ്രത്യൂഷ വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ അനുസ്മരണ യോഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഈ സ്വാമൻ കടലൂർ അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടിയാണ് ഇവിടെ ഈ ചുവരിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ഈ കാണുന്നതിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അത് എല്ലാവരും ചെയ്തൊന്ന് നോക്കുക. ഇപ്പോഴും നോക്കിയില്ലെങ്കിൽ പിന്നെ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ എന്താ പറയുക സൗഭാഗ്യാതിരേഖം അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഭാഗ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ. കാരണം അത് നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അത്ര അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി. ഒരു ഉയർന്ന പ്രഭാഷകൻ, ഒരു നല്ല അധ്യാപകൻ, ഒരു ക്രിട്ടിക്ക്, സാമൂഹിക പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു വാഗ്മി എന്ന നിലയിലൊക്കെ ഈ മനുഷ്യനെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ പരിപാടിയുമായിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനും ഡോക്ടറും കൂടെ അന്വേഷിച്ചപ്പോൾ വളരെ സൗമനസ്യപൂർവ്വം വരാമെന്നേറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ നിന്ന് ഉള്ള വാക്കുകൾ കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഈ യോഗത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ കുവേരിയാണ്. പ്രമോദ് എഴുത്തുകാരനാണ്,
കഥാകൃത്ത് എന്ന നിലയിൽ പ്രസിദ്ധനാണ്. സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സ്ക്രിപ്റ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു നല്ല ചിത്രകാരനാണ്. അതായത് വരയും കുറിയും തികഞ്ഞ ഒരാളാണെന്നാണ് ഞാൻ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സഹൃദയനാണ്, നല്ല വായനക്കാരനാണ്, എൻ്റെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഈ നല്ല വ്യക്തിത്വത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുവാൻ ഇവിടെ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നടപടികൾ നിയന്ത്രിക്കുവാൻ പ്രമോദ് കുവേരിയെ ഞാൻ സസ്നേഹം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. മലയാള സാഹിത്യ ചരിത്രത്തിൽ വളരെ മൗലികമായിട്ടുള്ള രചനകൾ നടത്തിക്കൊണ്ട് നമ്മുടെ സാഹിത്യകാരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എം. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വലിയൊരു അനാഥത്വമാണ് നൽകിയിട്ടുള്ളത്. മാഷ് പറഞ്ഞതുപോലെ എം ഡിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ എം ഡിയുടെ ചിത്രം കാണുമ്പോൾ, എം ഡിയുടെ ഏതെങ്കിലും സീൻ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എം ഡിയുടെ മുഖത്ത് ആ വലിയ മൗനമാണ്. ഇത്രയും വലിയ മൗനങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലും വരികൾക്കിടയിലും ഒക്കെ അയാൾ സൂക്ഷിച്ചിട്ടുള്ള ഈ മൗനം. വയലാർ എഴുതിയതുപോലെ, ഞാൻ എൻ്റെ വത്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനിയായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാനാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എം ഡി അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ ഒരുപാട് നൂറുകണക്കിന് കഥാപാത്രങ്ങളെ ഈ മൗനങ്ങൾ ഉരുട്ടിയെടുത്ത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട മൺതരികൾ മുതൽ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച കഥ വരെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഥകളിലൂടെയും നോവലുകളിലൂടെയും സാഹിത്യ രംഗത്തേക്ക് കയറി വന്ന ഒരാളാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നോവൽ ആരംഭിക്കുന്നത് പക്ഷേ നമ്മൾ വായിക്കപ്പെടുന്നത് നാലുകെട്ടിൽ നിന്നാണ്. തകർന്നുപോയൊരു നാലുകെട്ടിൻ്റെ അവിശബ്ദ ജീവിതം നയിക്കുന്ന അപ്പുണ്ണി എന്ന കഥാപാത്രം, അതിൻ്റെ തുടർച്ചയെന്നോളം ഒരു അരാജകത്വ സ്വഭാവമുള്ള കഥാപാത്രമായി സേതു കാലത്തിൽ വരുന്നു. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, മാഷ് പറഞ്ഞതുപോലെ കുട്ടിയെടുത്തി അല്ലെങ്കിൽ ഒപ്പുകളായിക്കോട്ടെ, ഭ്രാന്തം വേലായുധനായിക്കോട്ടെ, അങ്ങനെ നോവലുകളിലും കഥകളിലും മാത്രമല്ല സിനിമകളിലെ കഥാപാത്രങ്ങൾ പോയി. ആദ്യത്തെ സിനിമ നിർമ്മാല്യത്തിലെ ആചാരങ്ങളും ദാരിദ്ര്യവും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ കഥകളിലൂടെ അദ്ദേഹം ദേശീയ തലത്തിൽ സിനിമാ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് കണ്ട സിനിമകൾ, പരിണയത്തിലെ ഉണ്ണിമായ അന്തർജനം, ഈ ആചാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഉണ്ണിമായ അന്തർജനം, അത് നേരെ വിപരീതമായിട്ട് പഞ്ചാഗ്നിയിലെ ഇന്ദിര, ഈ പറഞ്ഞ എല്ലാത്തിനെയും പ്രതികരിക്കുന്ന പഞ്ചാഗ്നിയിലെ ഇന്ദിരയായിട്ട് വടക്കൻ വീരകഥ, ഈ ചില കഥാപാത്രങ്ങൾ അദ്ദേഹം ചില വീക്ഷണ കോണുകളിലൂടെ കണ്ട് നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ എടുത്ത് വടക്കൻ ചന്തുവിൻ്റെ വേറൊരു മുഖം, അദ്ദേഹത്തിൻ്റെ ആ ക്രിയേറ്റിവിറ്റി നമുക്ക് തെളിയിക്കുന്നതാണ്. പല സിനിമകളും നമുക്ക് എന്തെങ്കിലും സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല. ഇതിൽ സിനിമ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഇപ്പം ചിത്രം എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാകും, പ്രിയദർശൻ സംവിധാനം ചെയ്ത്. അതിൻ്റെയൊക്കെ ഒരു കഥ യഥാർത്ഥത്തിൽ എം ഡിയുടെ ഒരു ചെറുകഥയിൽ നിന്ന് എടുത്തതാണെന്ന് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 20 എന്നുള്ള സിനിമയൊക്കെ എം ഡിയുടെ ഒരു ആശയമായി. പല സിനിമകളും ഈ
സതയം എന്ന് പറയുന്ന സിനിമ എന്താണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നു പോയ ഒരു മനസ്സിൻ്റെ ഒരു ഇടർച്ചയാണ്. അതുപോലെ തന്നെ മരണാനന്തര ജീവിതം, ഒരുപക്ഷെ എങ്ങനെ പറയാം, മരണാനന്തരം ജീവിതം നയിക്കേണ്ടി വരുന്ന രവി എന്ന് പറഞ്ഞ കഥാപാത്ര സുഹൃത്തുക്കൾ, അങ്ങനെ വിവിധ കഥാപാത്രങ്ങളെ കൊണ്ട് രണ്ടാമൂഴം ഈ പറഞ്ഞ പോലെ ഭീമൻ ഏറ്റവും മനോഹരമായി അല്ലെങ്കിൽ സത്യസന്ധമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആവിഷ്കരിച്ച രണ്ടാമൂഴം നമുക്ക് സിനിമയായി കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും ഈ ഇത്തരത്തിലുള്ള MD യുടെ ഒരു സാഹിത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രിയപ്പെട്ട സോമാഷ് വന്നിട്ടുണ്ട്. നമുക്ക് ഒറ്റ വാക്കുകൊണ്ട് മാത്രം MD ഓർക്കണം, കാലം മറക്കില്ല എന്നുള്ളൊരു വാക്കുകൊണ്ട്. എന്തായാലും ഈ ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് പ്രിയപ്പെട്ട സോമാഷ് വന്നതിലുള്ള സന്തോഷം. ഞാൻ സോമാഷ് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമുള്ള ഒരാളാണ്. എൻ്റെ ആദ്യത്തെ ഒരു പുസ്തകത്തിൻ്റെ പഠനം എഴുതുന്നത് സോമാഷാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകാരനാണ്, കവിയാണ്. ഇപ്പം നോവലുകളിലേക്ക് കയറിയിട്ടുണ്ട്. പുള്ളിയാൻ നോവൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഓഫീസ് മാഷോട് പറയാൻ പേര് വളരെ പരിചയമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും മാഷ ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ആശംസിച്ച ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ പ്രിയപ്പെട്ട മഹേശ്വര മാഷ്, അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കഥാകൃത്ത്, പ്രിയ സുഹൃത്ത് പ്രമോദ് കുവേരി, പല നന്ദി അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ രഞ്ജീവ്, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഹൃദയമൊക്കെ പ്രതികരിച്ചു. അനുസ്മരണം എന്ന വാക്ക് തികച്ചും ആധുനികമായൊരു വ്യവഹാരമാണ്, ഒരു മോഡേൺ ഫോക്ലോറാണ്. പഴയകാലത്ത് ആളുകൾ മരിച്ചുപോയ, വിട പറഞ്ഞ, നമ്മൾ പോയിപ്പോയ ആളുകളെ ഓർക്കാറുണ്ട്. അത് ആണ്ടെന്നോ ശ്രാദ്ധെന്നോ ചാർത്തെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് കുടുംബത്തിന്റെ കാര്യമാണ്. പക്ഷെ ഒരു മനുഷ്യന് അനുസ്മരണത്തിലേക്ക് വരുമ്പോൾ അയാൾ വ്യക്തിപരമായ ഒരു അവസ്ഥയിൽ നിന്ന് മാറി സമൂഹത്തിലേക്ക്, പച്ചയിലേക്കും പടർപ്പിലേക്കും പല കാര്യങ്ങളുമുണ്ട്. ചിലപ്പോൾ പൊതുപ്രവർത്തനമാവാം, ചിലപ്പോൾ കലാകാരനായിരിക്കാം, ചിലപ്പോൾ വലിയ പണ്ഡിതരായിരിക്കാം, സാഹിത്യകാരനായിരിക്കാം. അങ്ങനെ പല രീതിയിൽ സമൂഹത്തെ പര്യാപ്തമാക്കിയ ആളുകളെ ഒരു സമൂഹം പലയിടങ്ങളിൽ വെച്ച് ആ വ്യക്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചുപോയി. ഒരുപക്ഷെ ലോക മലയാളികൾ പല രാജ്യത്ത് വെച്ച്, പല സംസ്ഥാനത്ത് വെച്ച്, പലയിടങ്ങളിൽ വെച്ച് ഉടലൂരിന്റെ കഥാകാരനെ ഓർമ്മിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ അക്ഷരത്തിന്റെ ശക്തിയാണ്, അദ്ദേഹത്തിന്റെ സർഗാത്മകതയുടെ, അദ്ദേഹത്തിന്റെ വൈകാരികതയുടെ, ആനുഭൂതികമായി, സൗന്ദര്യാത്മകമായി അദ്ദേഹം ഒരു കാലത്തോട് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് കാലം മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി ജീവിച്ച. അതുകൊണ്ടാണ് കുബേരി നേരത്തെ പറഞ്ഞത്, മാഷ് നേരത്തെ സൂചിപ്പിച്ചത്, നമുക്കൊരു കാവലോട്, ഒരു ലൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഒരു വിളക്കുമാടം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സംസ്കാരത്തിന്റെ ഒരു കാവലാണ്. അവസാന കാലം വരെ അദ്ദേഹത്തിന് പറയാനുള്ളത് പരോക്ഷമായി, അദ്ദേഹം മൗനം കൊണ്ടാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. മറുപടി കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും വലിയ അർത്ഥങ്ങൾ ഉണ്ടാക്കണം. ചില സമയത്ത് കൊടുക്കാതിരിക്കുമ്പോഴാണ് അത് മുഴങ്ങുക. എൻ്റെ അലർച്ചയേക്കാൾ ഭീകരമാണ് എൻ്റെ മൗനം എന്നൊക്കെ പറയുന്ന രീതി. അങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിച്ച, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മളൊപ്പം സഞ്ചരിച്ച വലിയൊരു എഴുത്തുകാരനെയാണ് പ്രബുദ്ധരായ ആളുകൾ ഇവിടെ ഓർമ്മിക്കുന്നത്. കളിപ്പറമ്പിലെ എണ്ണത്തിലൊക്കെ കുറവാണെങ്കിൽ പോലും
അത് ചിന്താപരമായ ധീരതയുള്ള ആളുകളാണ്. ഒരു കവിതയുടെ വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയെന്ന് നീ പഠിപ്പിക്കുന്നു. ഇസ്തിരിപ്പെട്ടി യഹൂറിന്റെ ഒരു കവിതയാണ്. വേവലാതികൾ മായ്ച്ചു കളയാൻ ഉള്ളിൽ തീയുള്ളവന് മാത്രമേ കഴിയെന്ന് നീ പഠിപ്പിക്കുന്നു. ഇസ്തിരിപ്പെട്ടി പഠിപ്പിക്കുന്നു. ഉള്ളിൽ തീയുള്ള ഒരു മനുഷ്യനെ, എത്രയോ കാലം ഉള്ളിൽ തീ കൊണ്ടു നടന്ന ഒരു മനുഷ്യനെ ഉള്ളിൽ തീയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഓർമ്മിക്കുകയും നെഞ്ചോട് ചേർക്കുകയും വീണ്ടും വീണ്ടും ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്യും. അതൊരു വലിയ ശക്തിയാണ്. എം ടിയോടുള്ള ഏറ്റവും വലിയ ആദരവ് എന്ന് പറഞ്ഞാൽ എം ടി കൃതികൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നല്ല. ഓരോ കാലത്തും നല്ല കൃതികൾ ഓരോ അർത്ഥം നമുക്ക് സംഭാവന തരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എം ടിയെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് നമുക്ക് എത്ര പറഞ്ഞാലും തീരൂല. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വ്യാപ്തിയിൽ, വളരെ പച്ചയിലും പടർപ്പിലേക്കും ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം എന്താ പറയുക, ബഹുസ്വരമാണ്. രാജഗോപാൽ മാഷ് പറയുകയാണെങ്കിൽ പരമ വാസ്തവത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിൽ ഉണ്ട് എന്നതാണ്. എവിടെ നിന്നും തുടങ്ങി അവിടെ അവസാനിക്കുന്നില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ എം ടിയെ പറ്റി ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ആലോചന വന്നൊരു കാര്യം, മലയാളത്തിലെ ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് എം ടി വാസുദേവൻ. ഏറ്റവും ജനകീയനായ എഴുത്തുകാരനാണ്, ജനപ്രിയനല്ല, ജനകീയനായ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ. ഏറ്റവും വിലയുള്ള എഴുത്തുകാരനാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിലയുള്ള എഴുത്തുകാരാണെന്നുണ്ടെങ്കിൽ എം ടിയെ കുറിച്ച് തമാശയായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, അദ്ദേഹം മുത്താരയ്ക്ക് വിൽക്കാറില്ല, അദ്ദേഹം മുത്തിനെ വിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു എഴുത്തുകാരന്റെ അന്തസ്. ഒരു എഴുത്തുകാരന്റെ ഒരു അന്തസ് കാത്തു സൂക്ഷിക്കുന്നതിൽ മലയാളികൾ മുഖം തിരിക്കുകയോ മുഖം കറുപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം ചിരിക്കാറില്ല എന്നൊക്കെ പറയുന്നതിൽ പ്രാഥമികമായ ചില കാര്യങ്ങൾ. പക്ഷെ ഒരു ജീനിയസ് ആയ ഒരാള് ഈ പെരിഫറലായിട്ടൊന്നും ഇങ്ങനെ നിൽക്കൂല. അത് ഒരു എഴുത്തുകാരനെ നമ്മൾ തിരിച്ചറിയുന്ന ചിലരെങ്കിലും തിരിച്ചറിയുന്ന പരാജയത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ ഭാഗ്യമായ കാര്യങ്ങളൊക്കെ പറയും. ബഷീറിനെ പോലെ പല തലങ്ങളിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ബഷീർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ബഷീറിന് ഭ്രാന്ത് വരുന്ന കാലഘട്ടത്തിലൊക്കെ ബഷീറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എം ടി വാസുദേവൻ. അവരുടെ ടീമായിരുന്നു, കോഴിക്കോടിന്റെ ഒരു ടീമായിരുന്നു. കൂടുതൽ നിന്ന് എം ടി വരുന്നു, വൈക്കത്ത് നിന്ന് ബഷീർ വരുന്നു, തിക്കോടിയൻ, അങ്ങനെ കോഴിക്കോട്ട് കെ ടി മുഹമ്മദ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ട് ഒരു വലിയ ടീം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബഷീറിനെ പോലെ തന്നെ ഏറ്റവും ജനകീയനായ, ഏറ്റവും വായിക്കപ്പെട്ട, ഏറ്റവും ആളുകൾ എം ടി എന്ന് പറഞ്ഞ രണ്ടക്ഷരം എന്ന് പറയുന്നത് അത് നമുക്ക് സ്വന്തമാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു എഴുത്തുകാരൻ എന്താണ് സമൂഹത്തിലെ ലയിക്കുന്ന രീതിയിലേക്ക്, സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രീതിയിലേക്ക് വരും. ഞാൻ മനസ്സിലാക്കുന്ന എം ടിയുടെ സാഹിത്യത്തെ അല്ലെങ്കിൽ എം ടിയുടെ സർഗ സംഭാവനകളെ, സാംസ്കാരിക ഇടപെടലിനെ മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹം മലയാളത്തിലെ, അങ്ങനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി ഒരു അനുസ്മരണ സമയത്ത് ഒരു ആവേശത്തോടെ ഞാൻ പറയുന്നതാണ്, ഒരുപക്ഷെ ശരിയായിരിക്കും ഒരുപക്ഷെ തെറ്റായിരിക്കും ഞാൻ പറയുന്നത്, മലയാളത്തിലെ ആദ്യത്തെ ലോക സാഹിത്യകാരൻ എം ടി വാസുദേവനാണ്. അതിന് പല കാരണങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം വിദേശ നോവലുകള് അപ്ഡേറ്റ് ആയിരുന്നു. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ വായനക്കാരനായ എം ടി എന്ന് പറഞ്ഞ EP-ന്റെ ഒരു പുസ്തകം നമ്മൾ അധികം ആലോചിക്കാത്ത ഒരു കാര്യമാണ്. നമ്മള് എല്ലാ എഴുത്തുകാരും വായിക്കാറുണ്ട്, എഴുത്തുകാർ വായിക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സംഭവം. അങ്ങനെയല്ല എം ടി. അദ്ദേഹം ഇന്ത്യയിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന് 1960 ഓർമ്മ ശരിയാണെങ്കിൽ 1962 പുറത്തിറങ്ങിയ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, അതിന് 80-ലാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. 60-കളിൽ തന്നെ 61-ലോ 62-ലോ ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വിദേശ എഴുത്തുകാരൻ എം ടിയെ പരിചയപ്പെട്ട് ഒരു ഇന്ത്യയിൽ എഴുതുന്ന ഒരാളാണെന്ന് പറഞ്ഞ സമയത്ത് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഇന്ത്യയിൽ ഒരുപക്ഷെ രാജഗോപാൽ മാഷ് പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആ പുസ്തകം ഇറങ്ങിയ സമയത്താണ്. അന്ന് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ഇറങ്ങി അതേ സന്ദർഭത്തിൽ തന്നെ വായിച്ച ഒരാൾ എം ടി വാസുദേവൻ. അദ്ദേഹം അത്രമേൽ എന്താണെന്ന് വെച്ചാൽ വായനയാണ് അദ്ദേഹത്തിന്റെ വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിപ്പോഴും ഏറ്റവും കൂടുതൽ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും കൊണ്ടുപോകുന്നതാണ്. നമ്മൾ എന്താണ് സാഹിത്യത്തിൽ സംഭവിക്കുന്നത്, എന്തിനി എഴുതണ്ട എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് വായിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. ഒരിക്കൽ തമാശയായിട്ട് കോഴിക്കോട്ടെ ഒരു ബുക്ക് സ്റ്റാൾ, വലിയ ഒരു ബുക്ക് സ്റ്റാളിൽ ഒരു ചെറിയൊരു വായനക്കാരൻ, സാഹിത്യത്തെ എഴുത്തുകാരൊക്കെ ആരാധിക്കുന്ന, എഴുത്തുകാരെ ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങനെ പുസ്തകം ഇങ്ങനെ പരന്നേരോ നിലത്തിരുന്നിട്ട് ഒരാള് വിദേശത്തു നിന്ന് വന്ന കുറെ നോവലുകൾ ഇങ്ങനെ പരതുന്നു. അപ്പൊ അയാള് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നോക്കുന്നത് ഇയാൾ പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ
ഇപ്പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് അത് എം ടി ആണെന്ന് തിരിച്ച സമയത്ത് ഈ അവിടുത്തെ കച്ചവടക്കാരനോട് ചോദിച്ചു ഇതാരെ ഇരിക്കുന്നത് വെച്ച് അത് എം ടി ആണ്. ഇപ്പം പുതുതായിട്ട് വന്ന നോവലുകൾ അദ്ദേഹത്തിന് വേണ്ടത്തറിയാണ്. ഇയാൾ ഒരൊറ്റ നിൽപ്പും പിന്നെ എന്താ വെച്ചാൽ ഒരു മോഹാത്സവത്തിന്റെ അവസ്ഥയിലേക്കാണ്. കാരണം ജീവിതത്തിൽ ഇന്നുവരെ എം ടിനെ നേരിട്ട് കാണുമെന്ന് ഇയാൾ വിചാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ പേടിയുള്ള രീതി. അന്ന് അത് ഈ കച്ചവടക്കാരൻ ഈ പിന്നെ അവിടെ വേറെ സന്ദർഭം ഞാൻ പോയ സമയത്ത് പറഞ്ഞു ഞാനിങ്ങനെ എം ടിനെ കണ്ടിട്ട് പേടിച്ചു പോയ ഒരു ആസ്വാദകർ ഉണ്ടായിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പുസ്തകങ്ങൾ കിട്ടുമോ അവിടെയൊക്കെ അദ്ദേഹം പോവുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസാന കാലം വരെ ഇതാണ്. അതുപോലെ തന്നെ ലോക എഴുത്തുകാരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ലോകത്ത് എവിടെയും തന്റെ സാഹിത്യത്തിന് ബന്ധമൊന്നും ഉണ്ടാവണമെന്നില്ല. ലോകത്തിലെ എല്ലാ സാഹിത്യ വഴക്കങ്ങളും സാഹിത്യ രീതികളും സാഹിത്യത്തിന്റെ സഞ്ചാര വഴികളും അദ്ദേഹം അന്വേഷിച്ചു. അതിൽ ചിലരെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാവുന്നത് ഹെമിംഗ്വേ ആണ്. കാരണം ഏത് എഴുത്തുകാരനെ പ്രചോദിപ്പിക്കുന്ന വല്ലാത്തൊരു എഴുത്തിനെ അമ്പരപ്പിക്കുന്ന മാന്ത്രികമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഹെമിംഗ്വേക്ക് ഉണ്ടായിരുന്നത്. അയാളെ പട്ടാളത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അയാൾ ഭയങ്കരമായ കരുത്തിന്റെ ഒക്കെ കാരണം വളരെ 100 പേജുള്ള പുസ്തകമാണ്. നോബൽ സമ്മാനത്തിലേക്ക് എത്തുന്ന രീതിയിൽ പ്രകമ്പനം കൊണ്ടുപോയ കിഴവനും കടലും ഉൾപ്പെടെ മണിമുഴങ്ങുന്ന 4 പേജ് ഉൾപ്പെടെയുള്ള ഗംഭീരമായ കൃതികളൊക്കെ ഉണ്ട്. ആ ഹെമിംഗ്വേ ഇവിടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കാൻ എം ടി ഒരുപക്ഷെ നമുക്ക് നോക്കി ഹെമിംഗ്വേ പോലെയാണോ എം ടി എന്ന് ചോദിക്കാം. പക്ഷെ ആന്തരികമായിട്ട് ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. എവിടെയോ ഇവർ തമ്മിൽ ഈ ജീനിയസുകൾ തമ്മിൽ എന്താണ് ഒരു തരംഗതായിരിക്കും, ഒരു വേവ് ലെങ്ത് ഇവർ തമ്മിൽ ഉണ്ടാവാം. അങ്ങനെ ലോകത്തെ കവികളെ കുറിച്ച് കവിത നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എം ടി വാസുദേവൻ. അക്കിത്തത്തിന്റെ കവിതയെ കുറിച്ച് ആദ്യം കവിതയാണ് അദ്ദേഹം എഴുതിയത്. സുദീർഘമായിട്ട് എവിടെ എത്രയോ ദൂരം സഞ്ചരിച്ച് വായിച്ചതിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തൊന്നും പത്രങ്ങളില്ല, പുസ്തകങ്ങളില്ല. എത്രയോ അക്കിത്തത്തിന്റെ വീട്ടിലൊക്കെ നടന്നു പോയിട്ട് അവിടെ രമണനൊക്കെ പകർത്തി എഴുതിയിട്ട് തന്റെ വീട്ടിലെ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുട്ടിക്കാലം മുതലേ വായനയുടെ മാത്രമല്ല വായന ഒരു ചികിത്സയാണ് എന്ന് അഭിപ്രായമുള്ള എം ടി ആണ്. അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് ക്യാൻസർ ബാധിച്ച് മരിച്ചു തന്നെ ആകെ ആവശ്യപ്പെട്ട പുസ്തകങ്ങളാണ്. മരിക്കുന്നവരെ എം ടി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പുസ്തകങ്ങൾ കൊടുക്കായിരുന്നു. അത് അദ്ദേഹം പറയുന്നത് ഗുളികയേക്കാൾ അപ്പുറത്താണ്. ആ കുഞ്ഞ് അവന്റെ വേദന മുഴുവൻ അലിയിച്ചു തീർത്തത് ഈ പുസ്തകങ്ങളിലൂടെ. അങ്ങനെ വായനയുടെ വിസ്തൃതമായ ലോകമുള്ള ഒരാൾ, ലോക വായനക്കാരനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ലോകത്തെല്ലാം എഴുത്തുകാരുമായിട്ട് നേരിട്ടും അല്ലാതെയും സവിശേഷമായ സമ്പർക്കം പുലർത്തിയ ഒരു എഴുത്തുകാരൻ എം ടി വാസുദേവൻ. അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയാ ലോകോത്തരമായ സാഹിത്യ സൃഷ്ടികൾ തന്റെ പരിസരത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ വായിച്ച അന്ന് മോഡേണിറ്റി ഒക്കെ കത്തി നിൽക്കുന്ന കാലമാണ്. പക്ഷെ അതിലേക്കൊന്നും വരാതെ അതൊക്കെ സ്വാംശീകരിക്കുകയും അതൊക്കെ ഏറ്റെടുക്കുകയും പക്ഷെ ഞാൻ അറിയപ്പെടാത്ത രത്നങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ എനിക്കിഷ്ടം എന്റെ പ്രിയപ്പെട്ട നീളാനദിയാണെന്ന് പറയുന്നത് പോലെ ചെറുകാട് എന്റെ മുരിങ്ങച്ചൂട്ടിൽ നിന്ന് കൊണ്ട് കാണുന്ന എന്റെ ആകാശമാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്ന പോലെ തന്റെ രക്തം കൊണ്ട് തന്റെ മണ്ണിലൂടെ തന്റെ മണ്ണിനെ കണ്ടുകൊണ്ടാണ്. നീഷ പറഞ്ഞിട്ടുണ്ട് എഴുത്തുകാരി അയാളുടെ രക്തം കൊണ്ട് എഴുതിയ വാക്കല്ലാണ് ഞാൻ വിശ്വസിക്കുക. എം ടി അയാളുടെ രക്തം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ സംശയിക്കുകയൊക്കെ ചെയ്യാം. ഡോക്ടർ പ്രദീപും പാമ്പരിക്കുന്നൊക്കെ ചോദിക്കുന്നത് പോലെ എം ടി ഏത് ബാല്യത്തെ കുറിച്ച് എഴുതുക? സവർണ ബാല്യത്തെ കുറിച്ചല്ലേ എഴുതുന്നത്. എം ടിക്ക് സവർണ ബാല്യത്തെ കുറിച്ച് എഴുതാൻ പറ്റും. കാരണം എം ടിയുടെ ചോര അതാണ്. എം ടി ജീവിച്ച് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ അധികാര ഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പറയുന്ന ഫ്യൂഡലിസം ഒക്കെ തകർന്ന് നായർ തറവാടുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് ആധുനികമായ ജീവിതത്തിലേക്ക് ഈ സമൂഹത്തെ പക്ഷെ അതെന്തായി തീർന്നു? അത് തന്റെ മാത്രം കഥയല്ല, അത് ഏത് കേരളീയന്റെ കഥയാണ്. ഏത് രണ്ടാമനായി പോകുന്ന കിട്ടാതെ പോയ സ്നേഹത്തെ കുറിച്ചുള്ള വേവലാതിപ്പെടുന്ന ഏത് മനുഷ്യന്റെ കഥ, ഏത് ലോകത്തുള്ള മനുഷ്യന്റെ കഥയായിട്ട് അത് മാറിത്തിരിയാണ്. അതുകൊണ്ട് തന്റെ രക്തം കൊണ്ട് തന്റെ മണ്ണിനെ തന്റെ ജീവിതത്തെ നോക്കി എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ളത് ലോകോത്തര എഴുത്തുകാരനാണ്. ലോക സാഹിത്യത്തിൽ പരിചയമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ലോക സാഹിത്യത്തിലെ വലിയ വൻകിട ആളുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുപോലെ അവസാന കാലം വരെ ലോക സാഹിത്യത്തെ തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച എഴുത്തുകാരൻ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഞാൻ അതിവാദമാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും മലയാളത്തിലെ ആദ്യത്തെ ലോക സാഹിത്യകാരൻ എന്ന് നമുക്ക് പറയാം. ഇനിയും ഉപരിചിന്തയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടിവരും. എങ്കിൽ പോലും എന്റെ ഒരു ആലോചന വരുന്ന സമയത്ത് എന്റെ ഒരു ആലോചന അതാണ്, മലയാളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ ലോക സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായകൻ. പല രീതിയിലുണ്ട്. കാരണം അദ്ദേഹം ഒറ്റത്തടി വൃക്ഷമല്ല, ഒറ്റക്കാരൻ നമുക്ക് എടുത്തു പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. പല താല്പര്യങ്ങളിലുള്ള ഒരാളായിരുന്നു, പല രീതികളിലുള്ള ഒരാളായിരുന്നു, പല അടരുകളുള്ള ഒരാളായിരുന്നു, പല ആകാശങ്ങളിലുള്ള ഒരാളായിരുന്നു, പല സമുദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന പല തിരകളിലുള്ള ഒരാളായിരുന്നു എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് അദ്ദേഹം അവസാന കാലം വരെ വിരസതയില്ലാത്ത ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോയത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരേ സമയം ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം യാത്രാവിവരണ എഴുതിയിട്ടുണ്ട്, ഗോകുലം നടയിൽ നാടകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തിരക്കഥയുടെ വലിയ ലോകം സംഭാവന ചെയ്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ
വലിയ ഒരു അതുകൊണ്ട് ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഒന്ന് MT ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ചില്ലർ കാര്യമില്ല. നമ്മളെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരെ ഇപ്പൊ സച്ചിദാനന്ദൻ ആലോചിച്ചൊക്കെ ഇട്ടമുറിയാതെ ഇതെത്ര കൊല്ലമാണ് എഴുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സച്ചിദാനന്ദന്റെ 2 കവിത വായിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ വീണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ എഴുത്തുകാരനാണ് സച്ചിദാനന്ദൻ. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ നമുക്ക് ബഷീറിനെ പോലെ ഒരുപാട് എഴുത്തുകാർ. ആ ഗണത്തിൽപ്പെടുന്ന വലിയ നിരയിൽപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അയാള് ഈ ഏക ആൾക്കൂട്ടത്തെ തനിയെന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അയാള് പലതാണ്. അയാളുടെ ഹൃദയങ്ങളിൽ പല രീതികളിലാണ് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു ആശയം എന്നുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ലോക സാഹിത്യകാരൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്തുകാരനാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടര് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കർത്തൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടര് അത് അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിനും എത്രയോ കാലം പല പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് മലയാള സാഹിത്യത്തെ പര്യാപ്തമാക്കി അതിനെ നിർണയിച്ച അതിനെ സമ്പന്നമാക്കിയ ഒന്ന് അദ്ദേഹത്തിന്റെ എഡിറ്റർ സ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും എന്താ പറയാ അത് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും അതിന്റെ ഇതെല്ലാം കുറഞ്ഞ് എല്ലാ തരത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എടുത്താൽ അങ്ങനെ ഉണ്ടല്ലോ. ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ താല്പര്യങ്ങളൊക്കെ മാറില്ല. പക്ഷെ MTയുടെ ഒരു കാലഘട്ടത്തിൽ NV കൃഷ്ണവാര്യർ, MT നമ്പൂതിരി അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ സാഹിത്യത്തെ സമ്പന്നമാക്കുക. MTയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പത്രാധിപന്മാർക്ക് ഇല്ലാത്തതും MTക്കുള്ളതായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് പറ്റുന്ന തന്റെ ഗ്യാങ്, തന്റെ ആളുകൾ, തന്റെ താല്പര്യം ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത്. മറിച്ചെന്താ വെച്ചാൽ താനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാഹിത്യത്തിന്റെ ധാരകളെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചേർത്ത് അത്ഭുതമാണ്. സേതുവൊക്കെ അനുസ്മരണ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നോവലെന്ന് എഴുതാൻ പറ്റുന്ന തിരക്ക് പിടിച്ച ഒരു അന്തരീക്ഷത്തില്. പക്ഷേ സേതുവിന്റെ 2 3 കഥ കണ്ട സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി പല കഥകളും തിരുത്തൽ ഒക്കെ വരുത്തിയിട്ടാണ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് MT വാസുദേവൻ. അപ്പൊ അതിനിടയ്ക്കാണ് ഏതൊരാളുടെ നോവൽ അവസാനിക്കുന്നത് മാതൃഭൂമിയിൽ. പെട്ടെന്ന് MT ഫോൺ വിളിക്കുന്നു, പിന്നെ സേതു നോവൽ ഉണ്ടോന്ന്. അപ്പൊ സേതു ഒരു നോവലിന്റെ ഒരു 4-5 അധ്യായം ഇങ്ങനെ എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തുറന്നു പറഞ്ഞു ഒരു നോവലിന്റെ ഒരു പണി ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ മുന്നോട്ട് പോകുന്നില്ല. ഉടനെ MT പറഞ്ഞു വെച്ചാൽ സേതുവിന് എന്തായാലും അത് ചെയ്യാൻ പറ്റും, ഒന്നൈമിലൊന്ന് കുറച്ച് ഒന്ന് അടയിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് MT കൊടുക്കുന്ന വാഗ്ദാനമല്ലേ. കാരണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരികയാണ്, ആളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ മുമ്പ് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് അതിലൊന്ന് അടയിരുന്ന സമയത്ത് ഒരു 15ഓളം അധ്യായം അയച്ചു കൊടുക്കുന്നു. പാണ്ഡവപുരമാണ്, സുപ്രസിദ്ധമായ പാണ്ഡവപുരമാണ്. അത് 3-4 അധ്യായം MT വായിച്ചിട്ടുണ്ടാവും. ഉടനെ അതിന്റെ പരസ്യം വരികയാണ്, അടുത്ത ലക്കം മുതൽ പാണ്ഡവപുരം പ്രസിദ്ധീകരിക്കുന്നത്. ഇത് തീർന്നിട്ടില്ല. പക്ഷെ ഇയാൾക്ക് ആകെ പേടിയാണ്, സേതുവിനാണ് ആകെ പേടി ഇത് ഏടെ കൊണ്ട് അവസാനിക്കുന്നത്. പക്ഷേ പിന്നീട് അത് സംഭവിച്ചെന്താ വെച്ചാൽ ആ പാണ്ഡവപുരത്തിന്റെ രീതി MTക്ക് ഇഷ്ടമില്ല, ആ രീതിയും ആ ടൈപ്പ് എഴുത്തുകളും. പക്ഷേ അത് പ്രസിദ്ധ സേതുവാണ് പറയുന്നത്, അദ്ദേഹത്തിന് ആ രീതിയിലുള്ള എഴുത്തുകളെല്ലാം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ്, ഇതൊരു ധാരയാണ്, ഇതൊരു പുതിയ നീക്കമാണ്. NV കൃഷ്ണവാര്യർ പറയുന്നുണ്ട്, ഒരു എഡിറ്റർ എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗോളങ്ങളും നക്ഷത്രങ്ങളും കാണുന്നതല്ല, മറിച്ച് ഇതുവരെ കാണാത്ത ഒരു എന്താ പറയാ ഒരു ജ്യോതിശാസ്ത്രകാരൻ ഇതുവരെ കാണാത്ത അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ ഈ ടെലസ്കോപ്പിലൂടെ ഇതുവരെ കാണാത്ത ഒരു ഗ്രഹത്തിലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നില്ല. ആ കാണുന്നത് പോലെ ആയിരിക്കണം ഒരു കഥ, ഒരു കവിത, ഒരു നോവല്, ഒരു എഡിറ്റർ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഒരു സ്കൂളിൽ ആ ഒരു ടീം വർക്കിന്റെ കൂടെയാണ് വാസ്തവത്തിൽ MT ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സകല ആളുകളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ എന്ന് വെച്ചാൽ പുതിയ തന്റെ രീതിയിലല്ല, തന്നെ വെല്ലുവിളിക്കുന്നതാണ്. പലപ്പോഴും MT എന്ന് പറഞ്ഞാൽ തന്നെ വെല്ലുവിളിക്കുന്ന സാഹിത്യകൃതികളാണ് അദ്ദേഹത്തിന്റെ പത്രാധിക സന്ദർഭത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതില് കുഞ്ഞബ്ദുലൊക്കെ പറയുന്ന കുഞ്ഞബ്ദുൽ ആദ്യമായിട്ട് MTയെ കാണാൻ പോയ സന്ദർഭത്തില് MT ഇരിക്കാൻ പറഞ്ഞു. ഇയാൾ അധികം സംസാരിക്കില്ല, നമുക്ക് പേടിയാവുമല്ലോ, സംസാരിക്കില്ല, ഇരിക്കാൻ പറഞ്ഞു. കുഞ്ഞബ്ദുൽ ഇങ്ങനെ ഇരിക്കുന്നു, 1-2 കഥകൾ പ്രസിദ്ധീകരിച്ചാണ് പിൻബലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ചായ കൊണ്ടുവന്ന് ഈ കുഞ്ഞബ്ദുൽ ഇരിക്കുന്നത് കസേരയുടെ പകുതി ഭാഗത്താണ്. കാരണം അത്രയും വലിയ മനസ്സിൽ സ്ഥാനം കൊടുത്ത ഒരാളാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും മിണ്ടിയാൽ മാത്രമല്ല അങ്ങോട്ടും പറയാൻ പറ്റും. ഇയാളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു കാൽഭാഗത്തിരുന്ന് ചായ കൊണ്ടു കൊടുത്ത സമയത്ത് പേടിച്ചിട്ട് ചായ തട്ടി മറിഞ്ഞ്, എന്നിട്ട് MT ഒന്നും പറയുന്നില്ല. പറയാണ്ടാകുന്ന സമയത്ത് ഇയാൾക്ക് പിന്നെയും ബേജാറായി. പക്ഷെ അവിടെ നിന്നാണ് MTയും കുഞ്ഞബ്ദുലും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. അത് നീസാൻ കല്ല് എന്ന് പറയുന്ന ഒരു നോവൽ അയച്ച സമയത്ത് അത് പിന്നീട് സ്മാരകശില എന്ന പേരിലാണ്, അത് MT ആണ് അതിന്റെ ടൈറ്റിൽ മാറ്റുന്നത്. 100 കണക്കിന് എഴുത്തുകാരുടെ കൃതികളുടെ ടൈറ്റിൽ മാറ്റിയത് MT ആണ്. എന്റെ നാട്ടിലെ മണിയൂർ ഈബാൽ മാഷ്
അദ്ദേഹത്തിന് സുപ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ആ കഥ വിഷം എന്ന പേരിലാണ് മണിയൂർ അയച്ചത്. പക്ഷേ MT പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മരുന്ന് എന്നാണ്. ആ വിഷത്തിൽ നിന്ന് മരുന്നിലേക്ക് മാറിയ സമയത്ത് ഉണ്ടായിരുന്ന അതിന്റെ ആഴവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ഒരു ഡയമെൻഷനും ഒക്കെ അപ്പാടെ മാറിപ്പോയി എന്ന് മണിയൂർ പരമാശം പലപ്പോഴും പറയാറുണ്ട്. UA ഖാദർക്ക് ഒരു MT കുറിച്ച് പറഞ്ഞ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയയക്കും തിരിച്ചു വരും, കഥയയക്കും തിരിച്ചു വരും, കഥയയക്കും തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം മാതൃ വായിച്ചപ്പോൾ തന്നെ പോയി എന്താ ഞാനിങ്ങനെ കഥ അയക്കുന്നുണ്ട്, ഇതെന്താ പ്രസിദ്ധീകരിക്കാത്തതെന്ന് ഉള്ളത്. ഈ ചെറുപ്പക്കാരനാണല്ലോ, MT ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ നാട്ടുകാരനായ ഒരു മണിയൂർ ബാലൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കഥ കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരുപാട് കഥ. ഞങ്ങൾക്കൊരു പാലം എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ മണിയൂരിനെ ഒന്ന് നോക്കിയത്, അദ്ദേഹം ദേശത്തെ നോക്കിയതാണ്. UA ഖാദറൊക്കെ പറയുന്നത് വെച്ചാൽ 2 പേരാണ് എന്നെ മാറ്റി തീർന്നത്. നമ്മൾ അറിയുന്ന UA ഖാദറൊക്കെ ഉണ്ടല്ലോ, അനന്യസാധാരണമായ ഭാഷ കൊണ്ട്, അനന്യസാധാരണമായ അനുഭവം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ഏറ്റവും സമ്പന്നമാക്കിയ ഒരു എഴുത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. ഖാദർഖാന പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ തൃക്കോട്ടൂർ പെരുമയും തൃക്കോട്ടൂർ വിളക്കും, മാണിക്യം വിഴുങ്ങിയ കണാരൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കൃതികൾ, ചന്തയിൽ ചൂടി വെക്കുന്ന പെണ്ണ് ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ അതിന് കാരണക്കാരായി നിന്ന് ഖാദർക്ക് പറഞ്ഞത് വെച്ചാൽ ഒന്ന് MT ആണ്, മറ്റൊന്ന് മണിയൂരിനെ നോക്കി എഴുതുന്നതാണ്. ഒരർത്ഥത്തിൽ മണിയൂർ എന്റെ ഗുരുനാഥനാണ്, എന്നെ അതിലേക്ക് പറഞ്ഞയച്ച ദേശത്തെ നോക്കി എഴുതാൻ. പിന്നീടാണ് ബർമ്മക്കാരനായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വേരിന്റെ പ്രശ്നമായിരുന്നല്ലോ. ഈ ചെറിയ പ്രായത്തിൽ ബാപ്പാനോട് ഉമ്മ മരിച്ചപ്പോ ബാപ്പാനോട് വരുന്നതല്ലേ, അദ്ദേഹത്തിന്റെ മുഖം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഖാദർഖാനോട് വിളിക്കുക, ഖാദർഖാൻ മലയാളി അല്ലാന്ന്, നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ നിങ്ങൾ മലയാളി അല്ല, ദീപ സുന്ദരനാട്ടോ. പക്ഷെ നോക്കുന്ന സമയത്ത് ബർമ്മക്കാരനെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെക്കാൾ വലിയ മലയാളി ഞാനാണ്. കാരണം MT ഒക്കെ ദേശത്തേക്ക് ഇറങ്ങിയതിനേക്കാൾ അപ്പുറത്ത് ഈ പുഴയും തീരവും കുളവും കൊച്ചുണ്ടിയും പട്ടാളത്തിൽ പോയി മരിച്ച ഗോവിന്ദേട്ടൻ എന്നൊക്കെ KG ശങ്കരപ്പിള്ള പിന്നീട് MT കുറിച്ചൊക്കെ എഴുതിയ കവിതയേക്കാൾ അപ്പുറത്ത് ആഴത്തിലാണ് തൃക്കോട്ടൂരിന്റെ അവിടുത്തെ തെയ്യങ്ങള്, തറകള്, ഐതിഹ്യങ്ങൾ ഇതിലേക്ക് ആണ്ടിറങ്ങിയാണ്. ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതിലേക്ക് ഓടിച്ചതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ MT വാസുദേവൻ. അങ്ങനെ ഓരോ മനുഷ്യനും ഒരു വേവ് ലെങ്ത് ഉണ്ട്, ഓരോ മനുഷ്യന്റെ ഒരു പവർ, ഒരു കാലിബർ ഉണ്ട്. ആ കാലിബറിനെ പ്രോജ്വലിപ്പിക്കാൻ MT പോലുള്ള ഒരു പത്രാധിപർക്ക് വലിയ സംഭാവന നിർവഹിക്കാൻ പറ്റും. ആ രീതിയിൽ അദ്ദേഹം മികച്ച ഒരു മാത്രമല്ല മാതൃകാഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞാൽ അക്കാലത്തെ സമ്പന്നം. ഇപ്പോ അരവിന്ദന്റെ വലിയ ലോകവും ചെറിയ മനുഷ്യനും എന്ന് പറഞ്ഞ കാർട്ടൂൺ പങ്ക്തി ഉണ്ടല്ലോ, ആ കാർട്ടൂൺ പങ്ക്തി പതുക്കെ തുടങ്ങിയതാണ്. പക്ഷെ മലയാളിയുടെ ജീവിതത്തെ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തെ മുഴുവൻ എന്താണ്, ആ മലയാളി എങ്ങനെ ചിന്തിച്ചു, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എങ്ങനെ ചിന്തിച്ചു, മലയാളി ഒരു ഇടത്തരം മലയാളി എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ ഈ വലിയ ലോകവും ചെറിയ മനുഷ്യനും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചിത്രകലയുടെ, അതുപോലെ തന്നെ കാർട്ടൂണിന്റെ, അതുപോലെ തന്നെ അതിലുള്ള വലിയ വലിയ പരമ്പരകളൊക്കെ, ഇതൊക്കെ എന്താണ് ഒരു കാലത്ത് വലിയ ഇന്നിപ്പോ വലിയ മിഷണറിയാണ്. ഇന്നിപ്പോ ഒരു പ്രയാസം എടുത്തെടുക്കില്ല, സെക്കൻഡ് കൂട്ടുന്ന രീതിയിലും വരില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്ത കാലത്ത് എഴുത്തുകാരായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം സ്ഥാപിക്കുകയും അവരൊക്കെ ചേർത്ത് നിർത്തുകയും, ഇതിനിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് മനുഷ്യനിലെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആളുകളൊക്കെ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു, ചില ആളുകൾ കാണാതായി പോവുകയും ചെയ്യുന്നത്. പക്ഷെ ഒരു വലിയ ഒരു എന്താ പറയാ സാഹിത്യ ഗണ്ഡത്തെ, ഒരു അരനൂറ്റാണ്ട് കാലമുള്ള സാഹിത്യ ഭാഗവതത്തെ നിർണയിക്കുന്നതിൽ മാതൃക ആഴ്ചപ്പതിപ്പിന്റെ അവാന്തര വിഭാഗമായിട്ടാണ് മറ്റെല്ലാം ആ കാലത്തൊക്കെ പ്രവർത്തിക്കുക. ആ രീതിയിൽ എന്താണ് അങ്ങനെ ഒരു വലിയ സമ്പന്ന പത്രാധിപർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവന നമുക്ക് എത്രയും പറയാൻ പറ്റുന്ന രീതിയിൽ പത്രാധിപരായ MT എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ വലിയൊരു കർത്തൃത്വം. മറ്റൊന്ന്, മലയാളത്തില് ഏറ്റവും ഗംഭീരനായ കഥാകൃത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സംശയമൊന്നുമില്ല. അത് T പത്മനാഭൻ തന്നെ പറയും, മൂപ്പരാണ് ഏറ്റവും വലിയ കഥാകൃത്ത് എന്ന് അദ്ദേഹം തന്നെ പറയും. ആ പറയുന്നതിൽ വലിയ കുഴപ്പമില്ലാതെ ശങ്കുണ്ണി നായരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം നേരത്തെ മാഷോട്ട് കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ ഇവര് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് MT വാസുദേവനായിരിക്കും കഥകൃത്ത് മാത്രമല്ലല്ലോ, അദ്ദേഹം പല രീതിയിൽ അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടുന്നു. അപ്പൊ ഒരേ കാലഘട്ടത്തിൽ എഴുതിയ 2 പേര്. കാരണം ഇവരുടെ ഒരു എഴുത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 1ാം തലമുറ കഴിഞ്ഞ് രസിപ്പിക്കുക എന്നുള്ള രീതിയിൽ തമാശ കഥകളൊക്കെ എഴുതി ആ കാലത്ത് അങ്ങനെയുള്ളൂ. അത് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല, ആ കാലത്ത് അങ്ങനെയാണ്, അത്ര മതി ആളുകൾക്ക്. അതിനുശേഷമാണ് നമ്മുടെ വലിയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാർ വരുന്നു. തകഴി വരുന്നു, ബഷീർ വരുന്നു, ദേവ് വരുന്നു, പൊൻകുന്ന വർക്കി വരുന്നു, കാരൂർ വരുന്നു. വലിയൊരു ടീമാണ് അവർ. ലളിതാംബിക അന്തർജനം തൊട്ടടുത്ത് നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു ടീം. ആ ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പായിരുന്നു. നമ്മൾ ജന്മദിനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കാലത്തിന്റെ ഒരു വലിയ ഇതാണ്. പിന്നെ ഇടയ്ക്കൊരു ഭാവനയുണ്ട്. ബഷീറിന്റെ ഒറ്റ കഥ മനസ്സിലാക്കിയാൽ ആ കാലത്തെ മുഴുവൻ കഥാകൃത്തുക്കളുടെയും ചില ആളുകൾ നേരിട്ട് തകഴിയൊക്കെ സോഷ്യലിസ്റ്റ് റിയലിസമാണ്. തകഴിയും കേശവദേവും അതുപോലെയുള്ള ആളുകളൊക്കെ പൊൻകുന്നവർക്കൊക്കെ നേർക്കുന്നേറിയാണ്. അങ്ങനെയെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാരൂരും അതുപോലെ ബഷീറൊക്കെ ചെയ്തത്. അപ്പൊ ഒരു മനുഷ്യൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് കടൽത്തീരത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ആണി കയറുന്നത്.
അപ്പൊ അയാൾ പറയുന്ന 5-6 ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടന്നിട്ട്, പക്ഷെ എന്റെ കാലിൽ ആണിയും കയറിയിട്ടുണ്ട്. ഇതെന്തൊരു ദൈവം എന്നൊക്കെ ദൈവത്തിന് ചീത്ത പറഞ്ഞ് ഒരു കല്ലിൽ ഇരുന്നിട്ട് ആണി പറിച്ചു വെക്കുന്ന സമയത്ത് അത് സ്വർണ്ണ ആണിയായി. അപ്പൊ നേരെ ജ്വല്ലറി കൊണ്ടുപോയിട്ട് തക്കാലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വയറുന്നേരം ഭക്ഷണം കഴിച്ച് നടന്നു പോകുന്ന ഒരു കഥാപാത്രം ബഷീർ സൃഷ്ടിക്കുന്നത്. ശരിക്കും ബഷീറിന്റെ കാലിന് ആണി കയറിയിട്ട് അത് ഇരുമ്പാണി തന്നെയാണ്. പക്ഷെ ഇരുമ്പാണി കഥയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ. സാധാരണ വിളക്ക് കഥയിൽ കൊണ്ടുവന്നാൽ അത്ഭുത വിളക്കാണ് വേണ്ടത്. സാധാരണ വടി പറ്റൂല, അത്ഭുത വടിയാണ്. സാധാരണ പരവതാനി പറ്റൂല, മാന്ത്രിക പരവതാനി. ഭാവനയുടെ ഒരു അംശം എവിടെയെങ്കിലും എന്താണ് വെച്ചതിന് ശേഷമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഇതിനെ വലിയൊരു മാന്ത്രിക യാഥാർത്ഥ്യം പോലെ അതിനിങ്ങനെ ആവിഷ്കരിക്കാൻ എഴുത്തുകാർ ചെയ്തു. അപ്പൊ അക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് വന്ന ടി പത്മനാഭൻ, അതുപോലെ മാധവിക്കുട്ടി, അതുപോലെ MT, ആ ഒരു തലമുറ അവരുടെ പ്രശ്നം വെച്ചാല് മാനസികമായിട്ടുള്ള ഒരു വിശപ്പാണ്, മനസ്സിന്റെ സംഘർഷങ്ങളാണ്, വ്യക്തിയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതായത് വിശപ്പൊന്നുമില്ല, വിശപ്പിന് അപ്പുറത്തല്ല, എന്താ പറയുക, കുറച്ചുകൂടി സൂക്ഷ്മമായി മലയാള സാഹിത്യം, മലയാള കഥ കുറെ കൂടി സൂക്ഷ്മ തലത്തിലേക്ക് വരികയാണ് ഈ ഒരു തലമുറയോടുകൂടി സംഭവിച്ചത്. ആ കാലത്തെ ഏറ്റവും മികച്ച മലയാളത്തിൽ ഒരു 10-15 കഥയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച, നമ്മളെല്ലാം ഹൃദയത്തിൽ വല്ലാത്ത രീതിയിൽ എന്താണ് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ, മൗനം കൊണ്ടൊക്കെ ടി പത്മനാഭൻ, പ്രകാശം പരത്ത്, പെൺകുട്ടി ഉൾപ്പെടുന്ന കഥകൾ അത് വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി സാമൂഹികതയില്ല, കുറച്ചുകൂടി തന്റെ തന്നെ വ്യക്തി ദുഃഖത്തിന്റെ ഭാഗമായി. ഇപ്പൊ നിന്റെ ഓർമ്മയ്ക്ക് MT വാസുദേവന്റെ തന്നെ കഥയാണത്. അയാൾ പറഞ്ഞു, ഞാൻ കരഞ്ഞുകൊണ്ട് എഴുതിയ ഒരേ ഒറ്റ കഥയുള്ളൂ, അത് നിന്റെ ഓർമ്മയ്ക്കാണ്. നമ്മളോട് കരഞ്ഞു. കാരണം അതിലെ ലീല എന്ന് പറഞ്ഞ കഥാപാത്രം അച്ഛനോട് വരികയാണ്, യുദ്ധം നടക്കുക ശ്രീലങ്കയിൽ, സിംഹള യുവതിയാണ്, മനസ്സിലാകുന്നില്ല അച്ഛൻ്റെ അമ്മളാണോ എന്ന് മനസ്സിലാകുന്നില്ല. ആ വീട്ടിൽ വൻ കലാപം ഉണ്ടാവുകയാണ്. ഇതാരുടേതാണ്? സുഹൃത്തിന്റെ ആണ് മോളാന്ന് പറയുന്നത്. പക്ഷെ വാസുവിന് ഇഷ്ടം എന്താ വെച്ചാൽ 4 ആൺകുട്ടികളിലും എന്റെ പെങ്ങളാണ്. പക്ഷെ ഒരു കലമുണ്ട്, റബ്ബർ പൊങ്ങിയതിന്റെ പ്രശ്നമുണ്ട്, അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. അപ്പൊ ഇവർക്ക് പ്രശ്നമുണ്ട്, തറവാട്ടിൽ പ്രശ്നമുണ്ട്, കലാപം ഉണ്ടാകുകയാണ്. തിരിച്ച് അച്ഛൻ്റെ കൂടെ പോവുകയാണ്. എന്നോ അവളുടെ കല്യാണം നടക്കുകയാണ്. അവസാനത്തെ വരുമ്പോൾ ശരിക്കും ഓരോരുത്തർക്കും അല്ലാതെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത്. ദൂരങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, ഇനി ഇപ്പുറത്തിരുന്ന് ഞാൻ നിനക്ക് സർവ്വമംഗളം നേരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണം, ലീലയുടെ കല്യാണം ഇന്ന് അങ്ങനെ കഥ തുടങ്ങുന്നത്. അപ്പൊ എന്താ പറയാ, അങ്ങനെ വൈകാരിക വിക്ഷുബ്ധതയില്ല, അങ്ങനെ സാന്ദ്രമായ ഭാഷ വേണം. അതൊരു പുതിയ ഭാഷയാണ്. MT പറയാറുണ്ട്, 2 വാക്കുകൾ ചേർന്നിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണ വാക്കുണ്ട്. ഏറ്റവും പുതിയ കവിതയിൽ ഉപയോഗിക്കുന്ന രീതിയാണ് വാസ്തവത്തിൽ MT അന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ വാക്കുകൾ കൊണ്ട് നമ്മളെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് വല്ലാത്ത ധ്വനിസാന്ദ്രമാണ്. അതിൽ വടക്കം വീര കഥയില് പിന്നെ എന്താ പറയുക, ഏതോ ഒരു ആയുധത്തെ കുറിച്ച് അമ്മാവൻ എന്നോട് തുണ പോകേണ്ടിട്ടുണ്ടല്ലോ മകന്റെ കൂടെ. അപ്പൊ ഏതോ ഒരു അടവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവരെല്ലാം വിശദീകരിച്ചു. അപ്പൊ കണ്ണപ്പച്ച ഇവർ പറയുന്ന കാര്യമാണ്, നീ ഒന്നും മറന്നിട്ടില്ല എഴുതിയിരിക്കും അടവിൽ, ഒന്നും മറന്നിട്ടില്ല അമ്മാവ, ഒന്നും. ആ ഈ ഒരു ഒറ്റ ഡയലോഗ് നോക്കുന്നത് പക്ഷെ ഇത്ര സാന്ദ്രമായ ആ ഒന്നും എന്ന് പറയുന്നത് ഈ തറവാട്ടിൽ താൻ അനുഭവിച്ച മുഴുവൻ സങ്കടങ്ങളും വേദനകളും ഉറകൂടി നിൽക്കുന്ന ഒരു വാക്കാണ്. ഒന്നും മറന്നിട്ടില്ല അമ്മാവ, ഒന്നും. ആയുധത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഇപ്പുറം പറഞ്ഞത് ഇങ്ങനെ എന്താ പറയുക, ഈ കവിതയാണ് ശരി. അങ്ങനെ കാവ്യാത്മകമാക്കാനുള്ള, മുറുക്കാനുള്ള ധ്വനനശേഷിയുള്ള കഥകളാണ്. അതിൽ നമുക്ക് എത്രയോ കഥകൾ, ഇരുട്ടിന്റെ ആത്മാവ്, അത് പിന്നീട് സിനിമയെ സംബന്ധിച്ച്, പിന്നെ സിനിമയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ മലയാളത്തിലെ അതുവരെ ഉണ്ടാവാത്ത വലിയൊരു വഴക്കമാണ് അതൊരു കുട്ടിയെടുത്തി. കുട്ടിയെടുത്തി എന്ന് പറയുന്നത് ആ ഒരു സങ്കടം, എല്ലാ തറവാട്ടിലുണ്ടായിരുന്ന ഒറ്റപ്പെട്ടു പോയ, എല്ലാം ചെയ്തിട്ടും അരിക്കായി പോകുന്ന, നിറത്തിന്റെ പേരിൽ അരിക്കായി പോകുന്ന, അത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതൊക്കെ ഓർമ്മിക്കുന്ന ഒരു കുട്ടി, ഒരു വാസുവിനുള്ളിൽ ഒരു കുട്ടി എപ്പോഴും ഉണ്ടായില്ല. MT ഒരു കുഞ്ഞാണ് ഇതെല്ലാം കാണുന്നത്. കാരണം ഓപ്പോളെന്ന് പറയുന്ന സിനിമ, അത് കഥയുടെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണോ എനിക്കറിയാം, കഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ, അല്ല സ്വന്തമായിട്ട് രീതിയൊന്നറിയില്ല. അതിൽ ശരിക്കും ഓപ്പോള് എന്ന് പറയുന്ന കുഞ്ഞാണത്. അത് ഈ സ്ത്രീയുടെ തന്നെ മകളാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഏച്ചിയാക്കിയിട്ടാണ് വളർത്തുന്നത്. അവിടെ കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത് ഓടിപ്പോയിട്ട് അമ്മയെപ്പോലെ, അമ്മയാണോ ഓപ്പോളാണോ ഏച്ചിയാണോ എന്ന് തിരിയാത്ത രീതിയിൽ വരുന്നത് കുഞ്ഞാണ്. അങ്ങനെ ഈ ഇരുട്ടിടങ്ങളിൽ, തറവാടിന്റെ ഇരുട്ടിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ, ഏകാഗിയായി പോയ ഒരു കുട്ടിയുടെ കാഴ്ചകളാണ് ഇത് തീർത്തും വരുന്നത്. അതിൽ 4 കെട്ടിലുണ്ട്, വളരും, വളർന്നു വലിയ ആളാകും എന്ന് തുടങ്ങുന്ന 4 കെട്ട് ഉൾപ്പെടെയുള്ള ആ ചെറിയ കുഞ്ഞിന്റെ കാഴ്ചപ്പാട്. കാരണം അത് ഈ MT വാസുദേവൻ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും അസ്വസ്ഥകളും അത് തന്നെയാക്കി എഴുതാൻ പറ്റൂ. അതുകൊണ്ട് അക്കാലത്ത് ഏറ്റവും വലിയ ആക്ഷേപം എന്ന് വെച്ചാൽ തറവാട്ടുകാരെ കുറിച്ച് എഴുതുന്നതാണ്. പക്ഷെ MT പിടിച്ചു നിന്നു, രാജലക്ഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. രാജലക്ഷ്മിന്റെ സാഹിത്യങ്ങൾ വായിച്ചൊക്കെ MTന്റെ ഒരു അനിയത്തി എഴുതിയിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ ഒരു വഴിയും, കുറെ നീലുകളായിക്കോട്ടെ, മകളായിക്കോട്ടെ, ഉച്ചവീരും ഇളം നീലാവും ആയിക്കോട്ടെ, ആ കാലത്ത് ഇവർ 2 പേരുടെ സാഹിതീയതാണ് ഇനി പറയാം.
അതായത് പുറത്ത് നമ്മൾ കാണുന്ന ഒരേപോലെ തോന്നുമല്ലോ ചില ആളുകളാ. ആ സാഹിത്യം ലിറ്റററി പരവൾ എന്നാണ് ഇതിന് പറയുക. കാരണം നവോത്ഥന എഴുത്തുകാർക്കൊക്കെ എന്താ വെച്ചാൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരുപോലെ തോന്നില്ലേ. ഇപ്പൊ പുതുകവികൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരുപോലെ തോന്നില്ലേ. അതിനാണ് ലിറ്റററി പരവൾ എന്ന് പറയുക. ആ ലിറ്റററി പരവള് രാജലക്ഷ്മിക്ക് MTക്ക് ഒരുപോലെയാണ്. പക്ഷേ രാജലക്ഷ്മിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. രാജലക്ഷ്മി എഴുതിയ കുടുംബക്കാരെ പറ്റിയാണ്, MT എഴുതിയ കുടുംബക്കാരെ പറ്റിയാണ്. അധികാരം ഉണ്ടായിരുന്നു എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഈ MTക്ക് പിടിച്ചേക്കാൻ പറ്റിയത്. പിന്നീട് തറവാട്ടുകാരൊക്കെ എന്താണ് ഇയാൾ ആളായ സമയത്ത് തരക്കേടില്ല, MT എഴുതുന്നുണ്ട്, ഇയാളെ കുടുംബക്കാരനെന്നൊക്കെ പറയും. പക്ഷേ ആദ്യഘട്ടത്തിൽ എന്താണ് കുടുംബക്കാരെ കുറിച്ച് എഴുതുന്നുണ്ട്, കഥ എഴുതുന്നുണ്ട്, മോശമാണ്. അക്കാലത്തൊക്കെ വലിയ പ്രശ്നമാണ്. തറവാട്ടുകാരെ കുറിച്ച് അക്ഷരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ കാരണവർക്കൊന്നും സഹിക്കൂല, വലിയ പ്രതാപികൾക്ക് വലിയ പ്രമാണിമാർക്കൊന്നും സഹിക്കൂല. പക്ഷെ MT പിടിച്ചു നിന്നു, MT മുന്നോട്ട് പോയി. അപ്പോൾ MTയുടെ ചെറുകഥയുടെ ഒരു വലിയ ലോകം വൻമരങ്ങൾ വീഴുമ്പോൾ ഇങ്ങനെ ഷർലക്ക് അവസാനം എഴുതിയ കഥകളൊക്കെ. പക്ഷെ കാലം കഴിയുമ്പോൾ നമ്മുടെ ജയചന്ദ്രൻ നമ്മൾ വിശേഷമായിട്ട് തളിപ്പറമ്പ് അടുത്ത ദിവസം ഓർമ്മിക്കുന്ന ആളാണ് വലിയ. അപ്പൊ കാലം കഴിയുമ്പോൾ ഇവരുടെ സ്വരത്തിലൊക്കെ നല്ല തെളിച്ചം വരുന്നുണ്ടല്ലോ. ജാനകിയുടേതായിക്കോട്ടെ, ജയചന്ദ്രനായിക്കോട്ടെ, യേശുദാസിനായിക്കോട്ടെ, സ്വരത്തിന്. അതുപോലെ തന്നെ ഈ വലുതാകുന്നതോട് എന്താണ് വലിയ വളർച്ച, വലിയ മുതിർച്ച ഉണ്ടാകും. ചില എഴുത്തുകാർക്ക് അങ്ങനെയല്ല കേട്ടോ. വലിയ എഴുത്ത്, ഞാൻ ഏറ്റവും വലിയ എഴുത്തുകാരനെന്ന് പറഞ്ഞാൽ ആളുടെ അവസാന കഥയിൽ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മൂപ്പർക്ക് തന്നെ തിരിയുന്നില്ല എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചു. പക്ഷേ ചില എഴുത്തുകാർ അപ്ഡേറ്റ് വിജയ് മാഷ് പോലെ. വിജയ് മാഷ് എന്ന് പറഞ്ഞാല് ഓടുന്ന ആളുകൾക്ക് ഹുസൈൻ ബോൾട്ടിൽ പോലും ഓടുകയല്ലേ. 2ാം സ്ഥാനത്തിന് ആ മത്സരമുള്ളൂ, 1ാം സ്ഥാനത്ത് മത്സരമില്ലല്ലോ. അപ്പൊ അത് ഈ ജീനിയസുകളായ എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ്. അവരിങ്ങനെ വലിയ ചില മരങ്ങളുണ്ട്, അത് വലുതാകുന്നത് എന്താണ് അതിന്റെ ഫലത്തിലൊക്കെ മാധുരി ഉണ്ടാകുകയാണ്, അത് സമൃദ്ധമായി തീരുന്ന രീതി. ആ തരത്തിലാണ് MTയുടെ അവസാനത്തെ ഒരു കഥയും പാഴായി തീരുന്നില്ല എന്നതാണ്, ദുർബലമായി തീരുന്നില്ല. ഏതെങ്കിലും സങ്കടങ്ങളെ, ഏതെങ്കിലും വേദനകളെ, ഏതെങ്കിലും അസ്വസ്ഥതകളെ തന്നെയാണ് MT എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കഥയുടെ വലിയ ലോകം, അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണമായിട്ടൊരു കഥ നമ്മളൊരു അനുസ്മരണത്തിന്റെ ചെറിയ സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്. ആ കഥ എന്താ വെച്ചാൽ ഒരു മാന്ത്രികനെ കുറിച്ച് കഥ. ആ ചെറുത് എഴുതിയാലും 2ാം മഴ എഴുതിയത്, 2ാം മഴ എഴുതിയാൽ ഏറ്റവും വലുത് 2ാം മഴ തന്നെ. ഇതിന്റെ രണ്ടിന് നടുക്കാണ് അദ്ദേഹത്തിന് എഴുത്തുകളുണ്ട്. ഏറ്റവും ചെറിയൊരു കഥയുടെ മാന്ത്രികൻ. ലോകം മുഴുവൻ കീഴടക്കം ഒരു മാന്ത്രികൻ ഒരു നാട്ടിലെത്തുന്നു. സ്ട്രീറ്റ് മജീഷ്യനാണ്, തെരുവ് സർക്കസുകാരനാണ്. അപ്പൊ അയാൾ മാങ്ങയുടെ വിത്ത് കുഴിച്ചിട്ട് 1 ഇല വരുന്നു, 2 ഇല വീഴുന്നു, 3 ഇല വീഴുന്നു. അത് ആളുകൾ ഒരു വടി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നവരാണ്. ആളുകൾ നോക്കിയിരിക്കുന്ന സമയത്താണ് അത് പൂക്കുന്നു, അതിന് ഉണ്ണിമാങ്ങകൾ ഉണ്ടാകുന്നു, അത് പച്ചമാങ്ങയായി തീരുന്നു, അത് വലുതാവുന്നു, അത് പഴുക്കുന്നു. ഇതെല്ലാം ഓരോ സമയത്ത് സംഭവിക്കുന്നു. ആ സമയത്ത് ഇത് പറിച്ചിട്ട്, പഴുത്ത മാങ്ങ പറിച്ചിട്ട് ആൾക്കാരെ കത്തി കൊണ്ടെന്ന് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരാൾ പോലും കൈയടിച്ചില്ല. മാത്രമല്ല എല്ലാം തട്ടിപ്പ്. വേറൊരുത്തനോട് പറയാം, മണ്ണിൽ ഇരുന്നോട്ട് പറയാം ഇതൊക്കെ തട്ടിപ്പാണ്, ഓരോരുത്തർ സമയം മെനക്കെടുത്താൻ വേണ്ടി എന്തായാലും പറഞ്ഞിങ്ങനെ സംസാരിക്കുക. പെട്ടെന്ന് ഒരു പെൺകുട്ടി, ആൾക്കൂട്ടത്തിൽ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് മേശപ്പുറത്ത് കിടത്തിയിട്ട് കയ്യും കാലും ഒക്കെ കൊത്തി പാടുകൊണ്ട്. എന്നിട്ട് അടുത്തൊരു മാതൃക വടിവെച്ചാൽ അതെല്ലാം കൂട്ടി ഒലിപ്പിച്ച് തിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി പോയി. അന്നേരം എന്താണ് പുച്ഛത്തോട് കൂടി ഇതൊന്നും വിശ്വസിക്കണം, വേറെ തട്ടിപ്പാട്, വെറുതെ ഓരോ ആളുകൾ എന്നൊക്കെ പറയും. ആ സമയത്ത് ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കാരണം എന്താ വെച്ചാൽ മജീഷ്യന് പൈസ കൊടുക്കലോ ഇതൊന്നുമല്ല, മറിച്ച് എന്താണ് അയാൾ അഭിനന്ദിക്കാത്ത ഒരു നാട്ടിൽ, അയാൾ അംഗീകരിക്കാത്ത ഒരു നാട്ടിലാണ് എത്തിപ്പെട്ടെന്നൊക്കെ മനസ്സിലായിട്ട് ആ നേരത്തെ കൊണ്ടുവന്ന കത്തിയോട് ശരിക്ക് വയർ വളർന്നിട്ട് പട്ടക്കുന്ന കരടെടുത്ത് കണ്ടിട്ടു. അപ്പൊ നേരത്തെ പറഞ്ഞു പറയും, എടാ ഇത് വേറും തട്ടിപ്പാണ്, അപ്പുറത്തൂടെ ആട്ടിന്റെ കരട് അപ്പുറത്തോടെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ മരിച്ചു വീഴുമ്പോ, ശിഷ്യന്റെ മടിയിൽ മരിച്ചു വീഴുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഇത് ഏത് നാട്, ഇത് ഏത് നാട്ടുകാർ. ആ ശിഷ്യൻ പറഞ്ഞു ഇതാണ് കേരളം, ഇതാണ് കേരളം. കേരളത്തിൽ ഇങ്ങനെ ഒരു മാന്ത്രികൻ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പക്ഷേ ഇതിലൂടെ MT പറയുന്ന കാര്യം എന്താ വെച്ചാൽ കേരളീയരുടെ സവിശേഷമായ ഒരു മനോഭാവത്തെ എന്ത് കണ്ടു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒന്ന് അകന്ന് നിന്ന് നോക്കിയിട്ട് പുച്ഛിക്കുന്ന മനോഭാവം. PT ഉഷ ഓടി എന്ന് പറയാം, ആ PT ഉഷ ഓടുന്നു, അങ്ങനെ ചെക്കൻ ഇതിനെ കണ്ണുണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ രാമർ പെട്രോൾ ഉണ്ടാക്കി എന്ന് പറയും, പച്ചില കൊണ്ട് രാമർ ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച എന്നാലും പറഞ്ഞാൽ ഒഴിവാക്കുന്ന രീതി, ആ ഒഴിവാക്കുന്ന രീതിയെ കാരുണ്യലേശമില്ലാതെ വിമർശിക്കുന്ന ഒരു ചെറിയ കഥയാണ്, കുഞ്ഞു കഥയാണ്. അത് MTയുടെ അനുഭവത്തിൽ നിന്നുണ്ടായ സംഭവമാണ്. കാരണം മലയാളികൾക്കിടയിൽ ഏതെങ്കിലും ഒരു കഥയോ ഏതെങ്കിലും ഒരു കവിത വിജയിച്ചാൽ ലോകത്ത് വിജയിച്ചെന്നറിയാം. കാരണം എന്താ, അത്രയാണ്. ഫേസ്ബുക്കിലൊക്കെ ഒന്ന് 100 ആള് ലൈക്ക് ചെയ്യും, അതാരാ നമ്മുടെ സുഹൃത്തുക്കൾ. അതെന്തിട്ടാ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ 101 എന്തെങ്കിലും ഒന്ന് തുരക്കണമില്ല അന്നേരമില്ലേ. പിന്നെ ഒന്ന് കമന്റ് ഇടുന്നൊക്കെയോ അതിനേക്കാൾ അപ്പുറത്ത് എന്താണ് ഇതെന്തോ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ പറയാൻ വിചാരിച്ച എനിക്ക് എന്റെ ഉള്ളിലുള്ള ഒരു വൈകാരികതയ്ക്ക് ഇയാൾ ഭാഷ കൊടുത്തു. അപ്പൊ അയാളെ പേരം കട്ടിയും എന്നിട്ട് എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിന്റെ ആശയമായിട്ട് പ്രസരിപ്പിക്കുന്നത്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല മലയാളിയുടെ മനോഭാവത്തെ ഓരോന്ന് അതിസൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തിൽ എന്നും വേട്ടക്കാരന്റെ മനസ്സാണ്, ഒരേര വീഴാൻ കാത്തു നിൽക്കുകയാണ്. സമൂഹത്തെ നന്നായിട്ട് പഠിച്ച ഒരാളാണ്.
എന്നും വേട്ടക്കാരനെ മനസ്സിലാവും. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളെ ശത്രു ആരാണ്, നമ്മുടെ മിത്ര ആരാന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് എംടിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പൊ സുഹൃത്തത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തില് 48 മണിക്കൂർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, 48 മണിക്കൂറായി കിട്ടുന്നതാണ്. കുടിച്ച് മദ്യപാനത്തിന്റെ ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥ ഉണ്ടായി, എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ചോര ഛർദ്ദിച്ചിട്ടാണ് അങ്ങനെ ഒരു എഴുത്തുകാരെല്ലാം തമ്പടിച്ച അവസാനം ഡോക്ടർ പറഞ്ഞ 48 മണിക്കൂർ നോക്കാം എന്താ സംഭവിക്കാം. നേരാണ് സേതു പറയുന്നത്, ആ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ എനിക്ക് 48 വർഷമാണ് കടന്നുപോയത്. 48 മണിക്കൂറായി ഇത് കിട്ടുകയോ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് സുദീർഘമായി നമ്മോടൊപ്പം സഞ്ചരിച്ചു എന്നതാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം എന്താണ് ഈ എഴുത്തിന്റെ ഈ കഥയുടെ ഒരു വലിയ ലോകം. കാരണം അദ്ദേഹം പറയാൻ എല്ലാ കഥയും വിജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് അസംതൃപ്തി, എംടിയുടെ ഏറ്റവും വലിയ മേന്മ എനിക്ക് തോന്നിയിട്ടുണ്ട്, മൂപ്പര് അസംതൃപ്തനാണ്. വിജയിക്കാത്ത എഴുത്തുകാരനെ പറഞ്ഞത് അതിന്റെ സംതൃപ്തനാണ്. നന്നായിട്ട് എഴുതി, പുസ്തകം എഴുതി സംതൃപ്തായി, ഒരു കഥ എഴുതി സംതൃപ്തി ചവിട്ടി ആ സംഗതിയെ ചവിട്ടി തള്ളി ഇതല്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന സമയത്താണ് ശരിക്കും നല്ല സാഹിത്യം. അവസാന കാലം വരെ മൂപ്പർക്ക് എന്താണ് ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്. സംതൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ തീർന്നില്ലേ, അതോടുകൂടി മുന്നോട്ട് പോകാനാവൂല. ഇതല്ല, ഇതിനേക്കാൾ അപ്പുറത്തൊക്കെ എന്താണ് ഒരുപാട് പിന്നെ തകഴീനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എംടി. ചേട്ടൻ ഇനി എന്താണ് ഒരുപാട് എഴുതി കഴിഞ്ഞ അവസാന കാലത്താ. അപ്പോൾ തകഴി പറഞ്ഞതിന്റെ മോഹത്തിന് അതിരില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചതിന് ശേഷം പറഞ്ഞു, എനിക്ക് ഈ സൈന്ധവ സംസ്കാരത്തെ കുറിച്ച് അന്ന് നടന്നിട്ടില്ല, സൈന്ധവ സംസ്കാരത്തെ കുറിച്ച് എനിക്ക് ഒരു വലിയ നോവൽ എഴുതണം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ആ ചോദിക്കുന്നേരം തന്നെ എംടിക്ക് ഒരു ചിരിയൊക്കെ ഉണ്ട്, ചേട്ടൻ ഇനി എന്താണ് എന്തൊക്കെയാണ് പിന്നെ എഴുതാനുള്ളത്. അപ്പൊ ഇങ്ങനെ വലിയ എഴുത്തുകാരായിട്ടുള്ള സമ്പർക്കങ്ങള്, യാത്രകള്, പിന്നെ അതുപോലെ തന്നെ മികച്ച വായനകൾ, ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ എല്ലാ അടരുകളെ, സാഹിത്യത്തിന്റെ കഥയുടെ ഒക്കെ അടരുകൾ. ശരിക്കും അദ്ദേഹത്തിന്റെ കഥയിൽ ഉടനീളം ഒരു പ്രസിദ്ധ നിരൂപൻ പറഞ്ഞു വെച്ചാൽ 1/2 നൂറ്റാണ്ട് കാലത്തെ ഈ പൊന്നാനി പരിസരങ്ങളിലുള്ള ഗ്രാമജീവിതം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എംടിയുടെ ചെറുകഥയിലൂടെ സഞ്ചരിച്ചാൽ ഗ്രാമജീവിതം അടരുകളായിട്ടൊക്കെ ഉണ്ടാവും. ഇതിലൂടെ എങ്ങനെ സഞ്ചാരം നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന വെച്ചാൽ അവസാനം ഒരിക്കലും NP വിജയകൃഷ്ണൻ പറഞ്ഞ വലിയ കലാസൈദ്ധാന്തികൻ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് മൂപ്പർ ചർച്ച ചെയ്ത് അവസാനം മാധ്യമത്തിൽ വന്ന ലേഖനമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 10-25 കൊല്ലം മുമ്പാണ് മൂപ്പര് സ്ഥാപിക്കുന്നത് വെച്ചാൽ വള്ളുവനാട്ടിലെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ, ഏറ്റവും നല്ല നാടോടി ഭാഷ ഏതാണ്, ഏറ്റവും നല്ല ജനങ്ങളുടെ ഭാഷ ഏതാണെന്ന് വള്ളുവനാട്ടിലെ ഭാഷയാണ്. എന്നിട്ട് ഒരു പടി കൂടി പറഞ്ഞിട്ട് മഞ്ജു വാര്യർ സിനിമയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭാഷയുണ്ട്, ആ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലേഖനം ഇത് NP വിജയകൃഷ്ണൻ എൻ്റെ അടുത്ത സുഹൃത്താ, മൂപ്പർക്ക് മറുപടി കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചു, കണ്ണൂർ ഭാഷ നല്ലതല്ലേ, കാസർഗോഡ് ഭാഷ നല്ലതല്ലേ, തൃശ്ശൂർ ഭാഷ നല്ലതല്ലേ, തിരുവനന്തപുരത്തെയും ഓരോ ദേശത്ത് കോഴിക്കോട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നേരോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇയാൾ നാട്ടുകാരനല്ല എന്ന് മനസ്സിലാകുന്നില്ലേ. കാരണം എന്താ, ഞാൻ വടകര കൊയിലാണ്ടി ആ പ്രദേശത്തുള്ള ഒരു ഭാഷ കലർന്ന് എനിക്ക് പോകുന്നുണ്ട്. നായനാർ മുഖ്യമന്ത്രി ആകുന്ന കാലത്ത് എന്താണ് കണ്ണൂർ ഭാഷ അയാൾ സംസാരിച്ച്, കണ്ണൂർ ഭാഷയ്ക്ക് എന്താ മോശം? അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഷ വെച്ചാൽ എല്ലാ ഭാഷയും അവരവർക്ക് നല്ല ഭാഷ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു സത്യം കിടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MT ഈ പൊന്നാനി പരിസരങ്ങളുണ്ടല്ലോ, ഇടശ്ശേരി, അതുപോലെ തന്നെ ഉറൂബ്, ഇങ്ങനെ ഒരു ടീമുണ്ടല്ലോ, ആ ടീമിന്റെ ഭാഷ കേരളത്തിന്റെ സാഹിത്യ ഭാഷയായിട്ട് പരിവർത്തിപ്പിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരി തെറ്റുകളെ കാലത്ത് വലിയ അന്വേഷണങ്ങൾ, ഈ സബാർട്ടൻ സ്റ്റഡീസ് ഒക്കെ വന്ന്, ദളിത് മൂവ്മെന്റ് ഒക്കെ വന്ന് ചേർന്ന പരിസരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു തെറ്റായി മാറിയിരിക്കാം. പക്ഷെ ഒരു കാലത്ത് എന്താണ് മലയാളത്തിന്റെ ഭാഷയായിട്ട് പൊന്നാനി ഭാഷ അല്ലെങ്കിൽ MT ഒക്കെ പ്രയോഗിക്കുന്ന ഭാഷയായിട്ട് മാറ്റാൻ കഴിഞ്ഞതിൽ ഒരു കാരണം MTയുടെ ഇതാണ്. അദ്ദേഹം എന്താ വെച്ചാൽ അത് ബോധപൂർവ്വം എന്താണ് അധികാര പ്രയോഗത്തിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ആളുകളൊക്കെ പറയുന്ന ഒരു അധികാരത്തിന്റെ ഭാഗമായിട്ട് എന്താ ഇയാളെ ഭാഷയുടെ എഴുത്തച്ഛനല്ല എന്ന് വേണം പറയാം. പക്ഷേ അങ്ങനെയല്ല അത്, മറിച്ച് എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെയാണ് ആവിഷ്കരിക്കാൻ പറ്റൂ. ലക്ഷ്മണൻ കേൾക്കുക അതിൽ ഉജല്ലി എഴുതുന്ന സമയത്ത് അദ്ദേഹം നായർ തറവാടിനെ കുറിച്ചോ നമ്പൂതിരി കുടുംബങ്ങളിലെ പ്രശ്നത്തെ കുറിച്ചോ ഈ ലക്ഷ്മണൻ കേൾക്കുക അതിന് എഴുതാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ അതുപോലത്തെ ആളുകൾ നാരായണൻ എഴുതാൻ പറ്റൂല. നാരായണന്റെ ജീവിത ചരിതെറ്റുകളില്ല. അതുപോലെ തന്നെ എന്താണ് പിന്നെ ശരത്കുമാർ ലിംബാലയ്ക്ക് എന്താണ് ഈ പറഞ്ഞ സവർണ ഭാവത്തിൽ എഴുതാൻ പറ്റില്ല. സവർണമാണോ അവർണമാണോ എന്ന് അവിടെ കട പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തിന്റെ അടിസ്ഥാന മനുഷ്യന്മാരുടെ ഒരു വേദനകളും സങ്കടങ്ങളും ഏത് മനുഷ്യന്റെ ഏത് ലോകത്തിലെ മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹിത്യമാണ് വാസ്തവത്തിൽ MTയുടെ. അതിൽ ഈ എന്താ പറയാ അതിൽ ചെറുകഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സാധനങ്ങളുടെ വളർത്തു മൃഗങ്ങളാണ്. നമുക്കറിയാം ലോക കഥാമത്സരത്തിൽ
മലയാളത്തിന് സമ്മാനമായിട്ട് കിട്ടിയ ഒരു ഉജ്ജ്വലമായ സർക്കസ് കൂടാരത്തിന്റെ കഥയാണത്. എം എൻ വിജയൻ മാഷ് ആ അവാർഡ് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരൊന്നും വളർത്തു മൃഗങ്ങളല്ല എന്നുള്ള വലിയ എഴുത്തുകാരന്റെ ഒരു ദർശനമാണ്. ആ ദർശനത്തിനാണ് ഈ അവാർഡ് കിട്ടിയത്. വിജയൻ മാഷ് അന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒരു ചെറിയ ലേഖനം എഴുതിയത് ഞാനിപ്പോൾ ഓർമ്മിക്കണം. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വലിയ എന്താ പറയുക പിന്നെ ചെറുകഥയുടെ നിൽക്കുക. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള നോവലുകൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിൽ 2 ധാരയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന് MT അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ നോവലാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ 4 കെട്ടി 23-ാമത്തെ വയസ്സിൽ അങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. 23-ാമത്തെ വയസ്സിൽ ഒരാളൊരു നോവൽ എഴുതിയിട്ട് അതിന് സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ സംഭവമാണ്. ആ ഒരു എരിച്ചിലും ആ ജീനിയസിന്റെ ഒക്കെ അടുത്ത് തിളക്കമുണ്ടല്ലോ, അത് അന്നേ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ 4 കെട്ട്, അതുപോലെ അസുരവിത്ത്, കാലം ഉൾപ്പെടെയുള്ള ഒരു നോവലിന്റെ അദ്ദേഹത്തിന്റെ കർണാടക ഭാഷ കഥ പറയുന്ന തീർത്ഥാടനം അത് സിനിമ തീർത്ഥാടനം തോന്നുന്നു അല്ലേ? മാനപ്രസ്ഥം എന്ന സിനിമ വേറെ ഉള്ളതുകൊണ്ട് തീർത്ഥാടനമാക്കി മാറ്റാം. അപ്പൊ മാനപ്രസ്ഥം ഉൾപ്പെടെയുള്ളതെല്ലാം എന്താണ് ഒരർത്ഥത്തിൽ MTയുടെ ആത്മാവിന്റെ ഭാഗമാണ്, MTയുടെ ആത്മകഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിലിപ്പുറത്ത് നമുക്ക് വേറൊരു ധാരയിൽ വരുന്നത് 2ാം വീടാണ്, മറ്റൊന്ന് മഞ്ഞാണ്. 2 കൃതികൾ, 2ഉം ക്ലാസിക് കൃതിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഈ കൃതികളെ നമ്മുടെ പുതിയ കാലത്തെ ആളുകൾ പഠിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടല്ലൂരിന്റെ ഒരു കാലത്തെ കേരളത്തിന്റെ മൊത്തം ഗ്രാമത്തിന്റെ പ്രതിനിധാനവും അതോടൊപ്പം തന്നെ എന്താ കൂടല്ലൂർ സവിശേഷമായി കൂടല്ലൂരിന്റെ സംസാര ചരിത്രം, സ്പോക്കൺ ഹിസ്റ്ററി, അതായത് ചരിത്രത്തിന് പകരം നിൽക്കണം. ഇന്നിപ്പോ പ്രാദേശിക നോവൽ വളരെ സജീവമായി. പക്ഷെ പ്രാദേശിക നോവലിന് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടെന്നും അറിയാത്ത കാലത്ത് തന്റെ സഹജാവബോധം കൊണ്ട് തനിക്കിതാണ് എഴുതേണ്ടത് എന്നൊരു കാര്യം കൊണ്ട് എഴുതപ്പെട്ട കൃതികള് ഖസാക്കി ഇതിഹാസം ഉൾപ്പെടെയുള്ള നമ്മുടെ സ്മാരകശീലം ഉൾപ്പെടെയുള്ള ആ കാലത്ത് ഒരു ധാരയുണ്ട്. ഈ കാലത്ത് ധാര എൻ പ്രഭാകരൻ മാഷെ, തിയൂർ രേഖകൾ, അംബിക സുമാഷെ, മരക്കാപ്പുര തെയ്യങ്ങള്, തച്ചൻകുന്ന് സ്വരൂപം, വടക്കൻ കാറ്റ്, ഇങ്ങനെ പോകുന്ന വേറൊരു ധാരയുണ്ട് പുതിയ കാലത്തെ വരുന്നത്. പിന്നെ കാടിന്റെ കടലിന്റെ എന്ന് പറയും വേറൊരു ധാര, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പഴയ കാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഗ്രാമം. അപ്പൊ എന്താണ് പ്രാദേശിക നോവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ MT വെറും ഒരു കഥ പറഞ്ഞാണ്, പ്രണയ കഥ പറഞ്ഞാണ്, അല്ലെങ്കിൽ പ്രതികാരത്തിന്റെയും സംഘർഷത്തിന്റെയും കഥ പറഞ്ഞാൽ മതേതരത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃതികളിലൊക്കെ എന്താണ് മുസ്ലിം സമുദായത്തെ അപരമായി നിൽക്കുന്ന ഒരു മനോഭാവത്തിനെതിരെയാണ് അദ്ദേഹത്തിന് ഇതിലെ കഥാപാത്രങ്ങളിലൊക്കെ ഇത്ര വലിയ മാനവികതയും മതേതരത്വത്തിന്റെ സങ്കല്പന ഒക്കെ അങ്ങനെ വരാം. പക്ഷേ ഈ കൃതികള് കേരളത്തിലെ ഏറ്റവും വലിയ സംഭാവന നൽകിയിരിക്കുന്നത് ചരിത്രത്തെ പര്യാപ്തമാക്കി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഹിസ്റ്ററി, ഔദ്യോഗിക ചരിത്രം. ഈ ഔദ്യോഗിക ചരിത്രം എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടമാണ്, മേലെ നിന്ന് താഴോട്ട് ആന്ത്രപ്പോളജിക്കലായ ഒരു വീക്ഷണമാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കല്ലച്ചും ചെപ്പേടും ഒക്കെ പരിശോധിച്ചുകൊണ്ട് പല രേഖകളും പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ നിർമ്മിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ശ്രീധരമേനോന്റെ ചരിത്രം, PK ഗോപാലകൃഷ്ണന്റെ ചരിത്രം, അങ്ങനെയുള്ള ചരിത്രങ്ങളാണ്. ആ ചരിത്രങ്ങൾ ജനങ്ങളില്ല. 550 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കടലോരത്തിന് ചരിത്രമില്ല. ഈ പറഞ്ഞ കാടോരത്തിന് ചരിത്രമില്ല, വയലോരത്തിന് ചരിത്രമില്ല. ആ ചരിത്രം പിന്നീട് ഉണ്ടാവുന്നത് ഫിക്ഷനുകളിലാണ്, നോവലുകളിലാണ്. അത് ഓർമ്മകൾ കൊണ്ടാണ് അടയാളപ്പെടുത്തുക. ചെപ്പേടൊന്നല്ല, ആ ഓർമ്മകളിൽ ഭാവനയുണ്ടാവാം. ഇപ്പൊ പൊന്നാനിയിലെ ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വില്ലേജ് ഓഫീസറിന്റെ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ആ രേഖ എന്താണ്? ഭരണകൂടത്തിന്റെ അറിയിപ്പുകളാണ്, ഭരണകൂടത്തിന്റെ നിയമങ്ങളാണ്, അതിന്റെ ചിട്ടവട്ടങ്ങളാണ്. പൊന്നാനിയിലെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാണെങ്കിൽ ഉറൂബിന്റെ നോവൽ വായിച്ചു നോക്കണം, സുന്ദരന്മാരെ വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ഉമ്മാച്ച് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ MTയുടെ കൃതികൾ വായിച്ചു നോക്കണം, അല്ലെങ്കിൽ എന്താണ് അക്കിത്തത്തിന്റെയും അതുപോലെ ഇടശ്ശേരിന്റെ കവിതകൾ വായിച്ചു നോക്കണം. പൊന്നാനിയിലെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു, ആ ജനജീവിതമാണ്. ആ ജനജീവിതം എന്ന് പറയുന്ന പ്രചണ്ഡമായ ചരിത്രമാണ് വാസ്തവത്തിൽ MT വാസുദേവൻ നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്നുള്ളതാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക ചരിത്രം എന്തെന്ന് അന്വേഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എന്താണ് MT വാസുദേവൻ നായരുടെ ഇതിൽ ഭാവനയൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും എന്താണ് കുടുംബ ബന്ധങ്ങൾ 4 കെട്ട് തകരുന്നുണ്ട്, പുതിയ കാറ്റും വെളിച്ചം കടന്ന് പുതിയ സ്ട്രക്ചർ വരുന്നുണ്ട്, അതൊക്കെ പൊളിയുന്നുണ്ട്, പുതിയ ബന്ധങ്ങളുണ്ട്, പുതിയ മനുഷ്യബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഈ 3 നോവലിലും വരുന്ന മാറ്റങ്ങൾ സുപ്രധാനമാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട. ഇപ്പുറത്തെ സമയത്ത് നമ്മൾ അത്യത്ഭുതകരമായിട്ട് നമ്മൾ എല്ലാ കാലത്തെയും ആളുകളുടെ സഹൃദയരെ ആകർഷിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് മഞ്ഞ്. എല്ലാവർക്കും അറിയാം. 12 കൊല്ലക്കാലം ഞാൻ എൻ്റെ +2 വിദ്യാർത്ഥികളെ പറയുന്നുണ്ട്, 12 കൊല്ലം പോയിട്ട് 12 സെക്കൻഡ് നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ പറ്റുമെന്നാണ്. 12 സെക്കൻഡ് 13 സെക്കൻഡ്
ചെറിയ വേറെ ചെറിയോടുകൂടി പോകുന്നതാണ്. ഇപ്പോ സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന ആളെ കാത്തുകൊണ്ട് 12 കൊല്ലക്കാലം വിമല ടീച്ചർ അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ MT മറ്റൊരു ദേശം ഇന്നിപ്പോ നമ്മുടെ കേരളീയ ആയിക്കോട്ടെ, ബെന്യാമിൻ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പം അവാർഡ് കിട്ടിയ സിൽ എന്ന് പറഞ്ഞ നോവലായിക്കോട്ടെ, ഷീല ടോമിയുടെ നോവലായിക്കോട്ടെ, ഇതൊക്കെ എന്താ വെച്ചാൽ മലയാളത്തിലല്ല നിൽക്കുന്നത്. ഈ ഡയസ്പോറ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താ വേറെ ദേശത്തിന്റെ കഥകളാണ് ഇവരൊക്കെ പറഞ്ഞുകൊടുക്കുന്നത്. ചിലർ പഠിച്ചു എഴുതുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ജോലി സംബന്ധമായിട്ട് അവിടെ പോയിട്ട് എഴുതുന്ന ആളുകളുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് വേറൊരു ദേശത്തെ വേറൊരു കഥാപാത്രങ്ങളെ, അതിൽ ബുദ്ധു എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ നമ്മളെ സ്വന്തം സഹോദരനെ പോലെ തോന്നുകയാണ്. അതിലെ സർദാർജിയൊക്കെ എന്താ പറയുക, നമ്മളെ അടുത്തുള്ള ഒരാൾ സർദാർജി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരനൊക്കെ ആണെങ്കിൽ പഞ്ചാബിനെ ഇന്ത്യക്കാരനായിട്ടൊക്കെ പരിഗണിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഒരു സർദാർജി നമ്മളെ കൂട്ടത്തിൽ പെടുന്നതാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കും. പക്ഷേ ഈ സർദാർജി എന്താണ് നമ്മൾ അടുത്ത സർദാർജിയാണ്. അത് നമ്മുടെ ആത്മാവിന്റെ ഭാഗമാണ്. വിമല ടീച്ചറായിട്ടുള്ള ആ ആത്മബന്ധം നമ്മുടെ ആത്മബന്ധമായിട്ട് മാറുകയാണ്. അങ്ങനെ വായന എന്താണ് നൈനിറ്റാളിലേക്ക് നിരന്തരം പോകുന്ന മനോഹരമായ സുന്ദരമായ കവിതകളും വായിക്കാനൊന്നുമില്ല തുടക്കാത്ത അങ്ങനെ ഒരു വാക്യം അക്കാലത്തല്ല എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാനൊന്നുമില്ല. ആർക്ക്? MTക്കാണോ? അല്ലെ പിന്നെ മനസ്സിലാകുന്നത് വിമല ടീച്ചർക്കാണ്. വായിക്കാനൊന്നുമില്ല. ഒരിക്കലും വെക്കേഷൻ പോകുന്നതിന് എപ്പോൾ പോകുന്നത് കുട്ടികൾ ചോദിക്കണം, ഞാൻ നാളെ പോകുന്നതാണ്. എപ്പോൾ വന്നത് വെച്ച് ഇന്നലെ വന്നത്. വിമല ടീച്ചർക്ക് മഞ്ഞുറഞ്ഞ തടാകം പോലെ എന്താണ് നിശ്ചലമായി പോയ, ഒന്നിലേക്ക് സഞ്ചരിക്കാതെ പോയ വിമല ടീച്ചറുടെ മനസ്സിൽ വരുന്നത് അത് ശരിക്ക് ആ നോവൽ ശരിക്കെന്ന് വെച്ചാൽ നോവലിസ്റ്റുകൾ, മലയാളത്തിലെ നോവലിസ്റ്റുകൾ പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് വാസ്തവം. അത് റെഫറൻസ് ആണത്. അതിന് മുന്നും പിന്നും അങ്ങനത്തെ ഒരു സംഭാവന ഇല്ല. കാരണം പുതിയ കാലത്തെ ഇപ്പൊ ഞാൻ എന്താ പറയാ സഹറു നുസൈബ കണ്ണനാരി കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പേര്? സഹറു നുസൈബ കണ്ണനാരി 20 പ്രിയപ്പെട്ട ഒരുപാട് ആൾ കേട്ടിട്ടുണ്ട്. കാരണം വാർത്തയിൽ വന്നതാണ്. 25 ലക്ഷം റുപ്യ അരീക്കോട്ടേക്ക് മലപ്പുറത്തേക്ക് കഴിഞ്ഞ വർഷം ക്രോസ്വേഡ് പുരസ്കാരം കൊണ്ടുവന്ന ചങ്ങായിയാണ്. ചെറിയ എളുപ്പമല്ല. ഒന്നുവരെ ഞാൻ സംസാരിച്ചത് അദ്ദേഹം മുമ്പേ എന്നെ പരിചയമുള്ള ചങ്ങായി. അദ്ദേഹം പിന്നെ ഈ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഞാൻ കുറച്ചാൽ വയനാട് ജോലി ചെയ്ത സമയത്ത് അവിടുത്തെ ഗസ്റ്റ് ലെക്ചറായിരുന്നു. അപ്പോൾ രാത്രികളിൽ ഞങ്ങളിങ്ങനെ ക്വാർട്ടേഴ്സിൽ ഇരുണ്ട രാത്രിയിൽ കാടും കടുവയും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ ഇവരെന്താ പതുക്കെ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം വരും. സംവാദമാണ്. ആ രാവ് പകലിലാണ് ചങ്ങായി ഇങ്ങനെ വർത്താനം പറഞ്ഞു. മൂപ്പർ എന്നോട് എടുത്തിട്ട് വെച്ച് എല്ലാ തോമങ്ങൾ ഫിക്ഷൻ ചെയ്തത് അത് വായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഫിക്ഷൻ എന്നു പറഞ്ഞാൽ ഇംഗ്ലീഷ് നേരിട്ട് വായിക്കാൻ അത്ര വിവരവും കാര്യങ്ങളൊന്നും എനിക്കത് ഇപ്പൊ ട്രാൻസ്ലേഷൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് എളുപ്പപ്പണി എന്നുള്ളത് ഞാൻ ട്രാൻസ്ലേഷൻ വായിക്കാറുള്ളതാണ്. അന്നേരം നിങ്ങൾ ഫിക്ഷൻ എഴുതില്ല. ഞാൻ പറയാൻ ഞാനിപ്പോൾ അത്യാവശ്യം ചെറിയ കവിതയിൽ മുട്ടി കവിതയിൽ എഴുതി പോകുന്ന ഒരാളാണ്. ഈ കാര്യം പറയുന്നത് എന്നോട് നിങ്ങൾ എന്തെങ്കിലും 2014 നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും നോവൽ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ആർക്ക് എഴുതുക. നാട്ടിലിറങ്ങി കഴിഞ്ഞ് ഇഷ്ടം പോലെ കഥ കിട്ടില്ലെന്ന് കഥ എഴുതാൻ എന്നെ നോവല് പറച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഭാഷയിലേക്ക് വരാത്ത ഒരു അനുഭൂതിയെ ഒരു പ്രകൃതി പ്രതിഭാസത്തെ ഭാഷ കൊണ്ട് പോലെടുക്കാൻ പറ്റുമെന്നാണ് അതിന്റെ സൂക്ഷ്മമായ. അതിന് കുറെ ഉദാഹരണങ്ങൾ ഇവർ പറഞ്ഞു തന്നിട്ടാണ് അതിസൂക്ഷ്മമായി. അതിന് പറഞ്ഞ് ഒരു വസ്തുവിന് ആ വസ്തു ഇപ്പൊ ജഡാണ്, നിശ്ചലമായിരിക്കാൻ. ആ നിശ്ചലമായി നിൽക്കുന്ന ഏറ്റവും ആപ്റ്റായ പദം അതിന് വിളിക്കുന്നേരം അതിന് ജീവൻ വെക്കുകയാണ്. ആ പദങ്ങൾ കണ്ടെത്തലാണ് ഒരു എഴുത്തുകാരന്റെ സർഗശേഷിയുടെ ഏറ്റവും നമ്മളിങ്ങനെ എഴുതി പോകുന്ന സമയത്ത് കിട്ടുന്ന ഭാഷ ഉപയോഗിച്ച് എഴുതിപ്പോക്കാണ്. അന്നേരം ജീവൻ ഉണ്ടാവില്ല. ജീവൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഭാവന കൊണ്ടും സവിശേഷമായ ചിന്ത കൊണ്ടും അതിന്റെ കർത്തൃത്വത്തെ ഒരു 90% വീണ്ടെടുക്കുന്ന രീതിയിലുള്ള പദങ്ങളും അനുഭവങ്ങളും വാക്യങ്ങളും ഉപയോഗിച്ചിട്ട് അത് കൊണ്ടുവരലാണ് ഒരു നോവലിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. ആഖ്യാനം തന്നെയാണ്, പറച്ചിലല്ലാണ്. ഈ ചങ്ങാതി 1.5 മണിക്കൂർ നേരമുള്ള അരീക്കോട്ടെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സൈബർ അറ്റാക്ക്, ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിന്റെ 1.5 മണിക്കൂർ നേരത്തെ കഥ പറഞ്ഞിട്ടാണ് സഹറു നുസൈബ കണ്ണനാരി എന്ന് പറഞ്ഞ ചങ്ങാതി ഈ വലിയ ജഡ്ജിങ് കമ്മിറ്റിന്റെ അതിൽ നമ്മുടെ JC പുരസ്കാരത്തിന് 5-1 വന്നു. ക്രോസ്വേഡ് അതിന് 25 ലക്ഷം റുപ്യാണ്, ഇതിന് 25 ലക്ഷം റുപ്യാണ്. ഈ 25 ലക്ഷം റുപ്യ വാങ്ങിയ ആളാണ് പിന്നെ ഇയാള്. അദ്ദേഹത്തിന് ഞാനിത് ഓർമ്മിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത്. കാരണം അതിന് നമുക്ക് മാതൃകളില്ല, അപ്പുറം ഇപ്പുറം മാറുക. അനനുകരണീയം എന്ന് പറഞ്ഞാൽ UA കാതർക്കാൻ സ്റ്റൈലിൽ ഒരുത്തന്നെ എഴുതിയ വേഗം പിടിക്കപ്പെട്ടു. വേഗം വീക്കെൻഡ് സ്റ്റൈലിൽ ഒരാൾ എഴുതുന്നു വെച്ചാൽ ഉറപ്പാ വീക്കെൻഡ് 2ാം വീക്കെൻഡ് പറഞ്ഞ് കളിയാക്കും. കാരണം അനുകരിക്കാൻ പറ്റില്ല, അനുകരിക്കാനാവാത്ത ഉജ്ജ്വലമായ സൃഷ്ടിയാണ്. പക്ഷേ മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ നോവൽ എന്ന് പറയുന്നത് ഞാൻ പറയുക 2 നോവൽ മാത്രമാണ് എൻ്റെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അഹങ്കാരം നിങ്ങൾ പറയണതേ അത് 1 ഖസാക്കിന്റെ ഇതിഹാസമാണ്, 2 രണ്ടാമതാണ്. 2 രീതിയിലാണ് ഞാൻ ഈ നോവൽ ഞാൻ കുറെ കാലങ്ങൾ ഞാനിത് നോവലെല്ലാം പരിശോധിച്ച് എല്ലാം മഹത്തായ നോവലാണ്. പല രീതിയിൽ എന്താണ് വ്യത്യസ്തമായി. പക്ഷേ പല കാരണത്താൽ ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസം ഇപ്പോഴും 40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്താണ്
നിരന്തരം വയസ്സനാകരുത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താണ് ഖസാക്കിന്റെ ദിവസം എത്ര കാലം കഴിഞ്ഞാലും എന്താണ് ചെറുപ്പത്തിന്റെ ഒരു അംശം ഉണ്ടാക്കുന്ന രീതിയിൽ വല്ലാത്തൊരു ഭാഷ ആ ജീനിയസ് ആയ എഴുത്തുകാരന്റെ വല്ലാത്തൊരു ഭാഷയെ അതൊരു ഭാഗത്ത് നമ്മൾ വെക്കുന്നു. ഇപ്പുറത്ത് മേശയുടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ മഹാഭാരതത്തിന്റെ കഥയൊന്നും അതിലില്ല എന്ന് വെറുതെ പറയുന്ന ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ പറയുന്ന എല്ലാവരും ഓര് നിങ്ങൾ അത് ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ MP വാസുദേവന്റെ മാത്രമല്ല ഇതിന്റെ ഒരു ആ കൃതി എഴുതണമെങ്കിൽ മൂപ്പര് വായിച്ച പുസ്തകത്തിന് കയ്യും കണക്കില്ല. ആകാശവാണിയിലുണ്ടായിരുന്നു ചങ്ങാതി ആകാശവാണിക്ക് വേണ്ടി MTക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ആകാശവാണിയിലേക്ക് വാങ്ങുന്നു എന്നുള്ള വ്യാജേന എന്ത് വെച്ചാൽ ഒരുപാട് പുസ്തകം വാങ്ങും. ഒരു പ്രത്യേക ഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിന്റെ ലോകത്തിലുള്ള ഇന്ത്യയിലുള്ള സകല പുസ്തകം ആകാശവാണിക്കുക. എന്തിനാണെന്നറിയോ? ഇത് ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് നേരെ പാക്കറ്റ് MTക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് MT വായിച്ചതിന് ശേഷമാണ് വീണ്ടും ആകാശവാണിയിൽ റിവിഷൻ ചേർത്ത്. ആലോചിച്ച് നോക്കുക. ഈ അദ്ദേഹത്തിന്റെ പേരെന്നോട് പറഞ്ഞു കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ആകാശവാണിയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു. അല്ല ഇനീഷ്യലി കെ കുഞ്ഞികൃഷ്ണൻ അയാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം അത്രമേൽ എന്താണ് മഹാഭാരതം വായിച്ചിട്ട് അതിന്റെ ഒരു തുള്ളി മാത്രമേ രണ്ടാമൂഴെന്ന് പറഞ്ഞത്. അങ്ങനെ എന്താണ് ഒരു വലിയ റിസർച്ചറല്ലേ ഇയാള്. നിങ്ങൾ ആലോചിച്ചു അല്ലാണ്ട് എഴുതാൻ പറ്റുമോ? മാത്രമല്ല ഈ പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അത് രണ്ടാമൂഴം മാത്രം വെച്ച് നമുക്ക് പറഞ്ഞാൽ തന്നെ എന്താണ് അത് വല്ലാത്തൊരു തച്ചുശാസ്ത്രം കേട്ടോ. നിങ്ങൾക്ക് എപ്പം ആഖ്യാനത്തിൽ പ്രതിസന്ധി വന്നോ രണ്ടാമൂഴം മറിച്ചിട്ടൊക്കെ നമ്മൾ എഴുതുമ്പോൾ എഴുത്തുകാര് ഇതൊക്കെ ശരിക്കും അറിയോ? ഈ എഴുത്തുകാരെയൊക്കെ നമ്മള് അഗാധമായിട്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു 5-6 പേജൊന്ന് വെറുതെ എഴുതി വെക്കണം. നീങ്ങൂലട്ടോ. കടലാസ് ഈ പറഞ്ഞ കടലാസ് ഉണ്ട് ആർത്തന്നെ കിടക്കും. അന്നേരമാണ് മനസ്സിലാക്കി ചങ്ങാതി വല്ല എത്ര നമ്മളിപ്പോ ഈ 500 പേജുള്ള കടലിന് കറുത്ത നിറമായിരുന്നു ആദ്യത്തെ കവിതയുള്ളത്. അങ്ങനെ വന്ന് ഭീമസേനന്റെ ഭീമസേന ഒരു ഉപാധി എടുത്തത് MT എന്റെ ഭീമൻ നായരാണിത്. MTന്റെ ഉള്ളിലുള്ള ഒരു ചങ്ങാതി അത് ഭീമനോടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാം കണ്ടെടുക്കുക. ഏടെ പോയാലും തന്നെയല്ലേ കണ്ടെടുക്കുക. ആ ഒരു കണ്ണാടിയാണ് നമ്മളെ വീണ്ടെടുക്കുക. അവര് കവിത അയച്ചപ്പോഴല്ലേ വീണ്ടെടുക്കുക. അല്ലാണ്ട് കവിയിലൊന്നും അല്ല നമ്മൾ കണ്ടെടുക്കുക. എന്റെ സങ്കടം എന്റെ വേദന അങ്ങനെയാണ്. അപ്പൊ ചില ചങ്ങായിമാരുടെ വേദന എഴുതി കഴിഞ്ഞാൽ നമ്മളെ കവിത വൈറലാവും. കാരണം അല്ല നമ്മളെ വേദന എഴുതിയാൽ ആരും അങ്ങ് അത് മറ്റൊരാളുടെ കൂടി വേദനയായിട്ട് മാറണം. അങ്ങനെ ഒരുതരം ചോര നമ്മളെ സ്വപ്നങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾ നമ്മളെല്ലാം നമ്മളെ മജ്ജയും മാംസവും ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണ് എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ ചുരുക്കാട് പറഞ്ഞ പോലെ ആ തരത്തിലേക്കുള്ള ഒരു എഴുത്ത് രീതി കുട്ടിക്കാലത്ത് ബാലേന്ദ്രൻ ചുരുക്കാടിനൊക്കെ ചെറുപ്പക്കാരെ അഡ്രസ് ചെയ്തിട്ട് ചെറിയ പ്രായത്തിൽ പ്രഭാഷണത്തിൽ വിളിച്ച് MT ബാലേന്ദ്രൻ അത്ഭുതപ്പെട്ട് എന്നെ തന്നെയാണ് വിളിച്ചതെന്നില്ല. കാരണം ഇയാൾക്ക് അറിയാം ഒരാളാ ഗോപീഷനൊക്കെ കണ്ടെടുത്തത് ഇവിടെ കാർട്ടൂണിസ്റ്റ് വലിയ കാർട്ടൂണിസ്റ്റ് കണ്ടെടുത്ത MT വാസുദേവൻ എത്രയോ ആളുകൾ എത്രയോ എഴുത്തുകാരൻ. അപ്പൊ ആ രീതിയിൽ എന്താ വെച്ചാൽ രണ്ടാമൂഴം ഒരു വലിയ കൃതിയായിരുന്നു. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുക. എന്റെ ഒരു സുഹൃത്ത് അലി കടകശ്ശേരി പറഞ്ഞു അത് രണ്ടാമൂഴം ബാലൻ നമുക്ക് അറിയുന്നു. അങ്ങനെയും പറയാം. ഞാനതിനെ പ്രതിഷേധിച്ചു. ബാലൻ അങ്ങനെ അല്ലേ എത്ര മോശമായിട്ട് പറയുന്നുണ്ട്. കടകശ്ശേരി ഭയങ്കരമാണ് ഈ കമന്റ് ഒക്കെ പറയുന്നത്. ഞാൻ അന്നേ ബാക്കിയെല്ലാം അലി പറയുന്നതിനെല്ലാം ഭയങ്കര ഒരു പ്രത്യേക ജീനിയസ് ആണ് ഈ അലി എന്ന് പറയും. ഫേസ്ബുക്കിൽ സവിശേഷമായി പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഞാൻ ഇതിന് അഭിപ്രായം വരുന്നത് അതങ്ങനെ നടത്തിക്കെട്ടില്ല ഇന്ന കാരണത്താൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ രണ്ടാമൂഴം എന്ന് പറയുന്നത് ശരിക്കും നല്ല പഠിക്കേണ്ട തച്ചുശാസ്ത്രമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നാണ്. കാരണം ഓരോന്ന് നിങ്ങൾ ആലോചിച്ച് നമ്മുടെ വിഷ്വലാണ്. MTയുടെ കൃതി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് അത് വിഷ്വലാണ്. കാരണം ഇയാൾ അടിസ്ഥാനപരമായിട്ട് ഒരു സിനിമക്കാരനാണ്. അതുകൊണ്ട് എഴുതുന്നതിനെല്ലാം എന്താ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അല്ലെ MTയുടെ തിരക്കഥയെ കുറിച്ച് പറയാറുണ്ടല്ലോ. സംവിധായകൻ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താൻ തന്നെ ഒന്നും അതേസമയം വേറെ ചില തിരക്കഥ എന്താ നടന്നു പോകുന്നുണ്ടാവും. എങ്ങനെ ഏത് ആരുന്നൊന്നുമില്ല. അതൊക്കെ സംവിധായകന്റെ തീരുമാനിക്കണ്ടേ. അതൊരു സ്വാതന്ത്ര്യം സംവിധായകരുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. ചെറിയ എന്താണ് ഈ രേഖകൾ മാത്രമല്ല. പക്ഷെ MT എന്താണ് A to Z അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ വിഷ്വലാണ്. ഈ രണ്ടാമൂഴത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് കൺമുമ്പിൽ ഇങ്ങനെ നടക്കുന്നത് പോലെ തോന്നും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ്. അത്തരത്തിലുള്ള ഒരു വലിയ നോവലിന്റെ ഇതൊന്നും പറഞ്ഞാലൊന്നും തീരുവില്ല. ഈ നോവലിന്റെ വലിയൊരു ഗണ്ഡം ഞാൻ മറ്റ് നോവലിൽ പാതിരാവും പകൽ വെളിച്ചും അതുപോലത്തെ നോവലിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നീട് അദ്ദേഹം എഴുതിയിരിക്കുന്ന നോവലിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി അടുത്തത് അത് നമുക്കറിയാവുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ വളരെ സവിശേഷമായി കൂടി പറഞ്ഞാൽ നിർത്താം. സവിശേഷമായ ഒരു കാര്യം MT ചെയ്തതിനോട് ചിലർക്ക് എതിർപ്പുണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുരാണത്തെ നമ്മുടെ നാടോടി കഥയെ നമ്മുടെ വടക്കൻ പാട്ടിനെ നമ്മുടെ ചരിത്രത്തെ MT വളച്ചൊടിച്ചു എന്നൊക്കെയുള്ള വലിയ ആരോപണമുണ്ട്. ആ ആരോപണത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് മിക്കവാറും സിനിമയാണ്. ഇപ്പൊ സാഹിത്യത്തിലാണെങ്കിൽ വലിയ രണ്ടാമൂഴം വളച്ചൊടിച്ചു എന്നൊന്നും പറയുന്നില്ല.
പക്ഷെ വടക്കൻ വീരഗാഥ വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രതിഷേധങ്ങൾ. ഇന്നും ഒരാൾ എൻ്റെ സ്റ്റാഫിനുള്ളിൽ പ്രതിഷേധിച്ചു. MT വലിയ ആളായിരുന്നു, പക്ഷെ നമ്മുടെ നാട്ടിലെ ചന്തുവിനൊക്കെ ചന്തു ചതിയനല്ലേ. അയാളെങ്ങനെ ഇപ്പൊ എന്താ വെച്ചാൽ ചതിയനായിട്ട് എനിക്ക് സങ്കല്പിക്കണം. അതോ ടീച്ചറെ പ്രശ്നം എന്താ വെച്ചാൽ ചതിയനായിട്ട് സങ്കല്പിക്കാനല്ല. കാരണം അത് MTയുടെ ശക്തിയാണ്. പറയാം MTയുടെ ശക്തി അല്ലാതെ MTയുടെ ശക്തി തന്നെയാണ്. എന്നാലും നമ്മൾ നാടോടി കഥയിൽ അങ്ങനെയല്ലേ ഉള്ളത്. എന്താ പറയുക, അന്നേരം കുറച്ച് സാധനങ്ങളിൽ ഈ പറഞ്ഞു എങ്ങനെയാണ് ഫോക്ലോർ സാഹിത്യത്തിലേക്ക് വരുന്നതിനുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അത് സിനിമയുടെ ഒരു അന്തരീക്ഷം കൂടി കൂട്ടിച്ചേർത്ത് പറയാന്ന് ഞാൻ വിചാരിക്കും. അതിലൊന്ന് നമ്മൾക്ക് ഈ പറയുന്ന പോലെ എന്താ വെച്ചാൽ വടക്കൻ വീരഗാഥയാണ്. 2 പെരുന്തച്ഛനാണ്. 3 ഒന്ന് നമ്മുടെ ബാലൻസ് ആണ്. അതായത് കഥാഗാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ വടകര പ്രാന്തപ്രദേശത്ത് ജീവിച്ചു വെച്ച വലിയ വലിയ നായകന്മാരെ കുറിച്ചുള്ള സുദീർഘമായ ഗാനപാരമ്പര്യമാണ്. ആ ഗാനപാരമ്പര്യത്തിലെ കഥയാണ് വടക്കൻ വീരകഥയ്ക്ക് ആധാരമായിരിക്കുന്നത്. മറ്റൊന്ന് പെരുന്തച്ഛനാണ്, മറ്റൊന്ന് വൈശാലി പുരാണത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. പഴശ്ശിരാജന്റെ ചരിത്രം പഴശ്ശിരാജൻ നേരെ തിരിച്ചാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KN പണിക്കരുടെ കേരളസിംഹം എന്ന് പറയുന്ന നോവലാണ് ആദ്യമായിട്ട് പഴശ്ശിരാജ എങ്ങനെ മരിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ പറയും. ചിന്തിക്കുന്നതിന് തൊട്ടം അറിയാം, പിന്നെ തപ്പിച്ചു മോതിരം വേണ്ടിയിട്ടാണ് അത് പറയും അല്ലെ. അത് ആദ്യമായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KN പണിക്കരുടെ കേരളസിംഹം എന്ന് പറയുന്നത് ഈ ഐതിഹ്യത്തെ ഒരു കഥയാണ്. വീരനായകർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വെടിയേറ്റ് മരിക്കൂല എന്നുള്ള നാടോടി മനസ്സിന്റെ ഈ ഫോക്കിന്റെ നാട്ടു മനുഷ്യന്മാരുടെ ഒരു സ്വപ്നമുണ്ട്. വീരനായകൻ ഹീറോ വർഷിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താ വെച്ചാല് അദ്ദേഹം പിട്ടിക്കൊടുത്തില്ല, മോതിരം മെഴുകി ആത്മഹത്യ ചെയ്തു. അങ്ങനെയല്ല സംഭവിച്ച. ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുകയും മാത്രമല്ല അദ്ദേഹത്തിന് മാന്യമായിട്ട് അദ്ദേഹത്തിന് മാനന്തവാടിയിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സംസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ അന്തിമ ഉപചാരം ഒക്കെ അർപ്പിക്കുകയും ചെയ്തത് ചരിത്ര സംഭവമാണ്. ആ ചരിത്ര സംഭവം തന്നെയാണ് അദ്ദേഹം എന്താണ് പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. പഴശ്ശിരാജാവ് കുറച്ച് കൂടുതലായിട്ടുള്ള മനുഷ്യനാണ്. ഈ പറഞ്ഞ മമ്മൂട്ടിന്റെ ആകാര സൗഷ്ഠവും കാര്യങ്ങളൊക്കെ. പക്ഷെ സിനിമയ്ക്ക് എന്താണ് അതൊക്കെ വേണ്ടിവരും, പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിവരും. അത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഏതായാലും ഇദ്ദേഹം ചെയ്ത ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ അതേപടി എടുത്തു വെക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തച്ചോളി ഉദയരൻ, തച്ചോളി അമ്പു എന്നു പറഞ്ഞിട്ട് പഴയ കാലത്തിലെ എത്രയോ കുഞ്ചാക്കോന്റെ സിനിമ ഉണ്ടല്ലോ, എത്രയോ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആസ്വദിച്ചു. അതേപടി തന്നെ അതിന്റെ ഒരു വിഷ്വൽ, അതിന്റെ ഒരു സൗന്ദര്യാത്മകമായ തലം, ഇഷ്ടംപോലെ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ നസീറിന്റെ ഒക്കെ സിനിമയായിട്ട് നമ്മൾ ആസ്വദിച്ചു. പക്ഷേ അതിൽ നിന്നൊരു വ്യതിയാനം വന്നതെന്ന് വെച്ചാൽ വടക്കൻ വീരകഥയിലെ ചന്തുവിനെ മാറ്റിയത്. കാരണം MTയുടെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ MTയുടെ മാത്രമല്ല വലിയ എഴുത്തുകാരെന്ന് വെച്ചാൽ ഈ വ്യാസമൗനത്തിന്റെ സാഫല്യം എന്നാണ് 2ാം ഊഴത്തിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. വ്യാസൻ എവിടെയാണ് മൗനം ദീക്ഷിച്ചത് ആ മൗനത്തെ തോറ്റുണർത്തുക എന്നുള്ളതാണ് എഴുത്തുകാരന്റെ വലിയ ഡ്യൂട്ടി, വലിയ ദൗത്യം, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ എന്താണ് ഈ പറയാതെ പോയ കാര്യങ്ങൾ ചില വിള്ളലുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഒരു ജീവിതം ഇപ്പൊ കുവേരി അല്ലെങ്കിൽ ഞാൻ കുവേരിക്ക് 50% സുഹൃത്തുക്കളുണ്ട്, 50% ശത്രുക്കളുണ്ട്. എനിക്ക് 40% സുഹൃത്തുക്കളുണ്ട്, 60% ശത്രുക്കളുണ്ട്. ശത്രുക്കളെ കൂട്ടുന്നതിൽ നല്ല കൂടി വരുന്നതാണ്. അങ്ങനെ ബൈനറിയാണ് ജീവിതം മുഴുവൻ, ബൈനറിയാണ്. നൊന്ത് വൈരുദ്ധ്യത്തിന്റെ ജീവിതം, രാവും പകലും, സ്വർഗം നരകം, പോക്ക് വരവ്, ഉയർച്ച താഴ്ച, എവിടെയൊക്കെയാലും ബൈനറിയാണ്. അതുകൊണ്ട് എന്നാൽ പിന്നെ ഈ നമുക്ക് ഈ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാണന്മാർ പാടി നടക്കുന്ന ചന്ദൂര് ചതിയനാണെന്നുള്ളതല്ലേ ഒരു പക്ഷെ എന്താ വെച്ചാൽ വേറൊരു കഥ ഉണ്ടായിക്കൂടെ, ആവല്ലോ. ഇപ്പൊ എന്റെ ഒരു ശത്രു എന്നെ പറ്റി പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ബാക്കി എല്ലാവരും പറഞ്ഞ എന്നെ അറിയുക പോലും ഉണ്ടാവില്ല, ഞാൻ എന്താന്ന് പോലും അറിയില്ല. മറ്റേ പറഞ്ഞാൽ എന്റെ പിൻബലത്തിൽ എന്താ വെച്ചാൽ ഞാൻ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. വേറൊരുത്തം പറഞ്ഞു കൊടുക്കണം ഇയാൾ ശത്രുവല്ല, ഇയാൾക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇത് ഇന്ന കാരണത്താലാണ് അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ കഥയ്ക്ക് വേറൊരിതുണ്ട്. അത് നമ്മളെ റേഷൻ എന്ന സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെ 5 ആൾ പറയുമ്പോൾ 5 തരത്തിലായി പോവുക. ആ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു എഴുത്തുകാരൻ എന്താണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ചന്തുവിന്റെ ജീവിതം പഠിക്കണം, വടക്കൻ പാട്ട് തീർത്തും പഠിക്കണം, അതിലെ സന്ദർഭം പഠിക്കണം, അതിലെ മാറ്റങ്ങൾ പഠിക്കണം, അതിലെ സംഭവങ്ങൾ പഠിക്കണം, അതിന്റെ ഫിലോസഫി പഠിക്കണം, ആ കാലത്തെ ആചാരങ്ങൾ പഠിക്കണം. ഇതെല്ലാം റിസർച്ച് ചെയ്ത് മാത്രം വെറുതെ എഴുതാനും പറ്റൂല, ദുർബലമായിട്ട് എഴുതാനും പറ്റൂല. മാത്രമല്ല നമുക്ക് എന്താ വെച്ചാൽ ആ സിനിമ കണ്ട് എല്ലാ തിരക്കഥ വായിച്ചു പോകുന്ന സമയത്ത് എന്താണ് ഇയാളുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുകയാണ്, തീർച്ചയായും നിൽക്കുകയാണ്. അങ്ങനെ എന്താണ് ഒരു എഴുത്തുകാരന്റെ ഭാവന കൊണ്ട്, സങ്കല്പം കൊണ്ട്, ശരിയോ തെറ്റൊന്നുമല്ല, ഭാവനയും സങ്കല്പം എന്താണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഒരു സംശയമില്ലാത്ത രീതിയിൽ എന്താണ് അയാൾ അങ്ങനെ ഒരു നായകനെ, ഇപ്പുറത്ത് വില്ലനായിരിക്കുന്ന ഒരാളെ നായകനാക്കി മാറ്റുകയാണ്. അത്രമേൽ എന്താ പറയുക പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമായ ഭീമസേനൻ എന്താണ് ഏറ്റവും വലിയ നായകനായിട്ട് ഈ മഹാഭാരത യുദ്ധം വിജയിപ്പിച്ചത് ഭീമസേനാണ് എന്ന് വരുത്തുകയാണ്. പക്ഷേ അപ്പോഴും എന്താണ് അയാളുടെ സങ്കടം. അതിലെന്താ വെച്ചാൽ കടവൽക്കരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്,
കടൽക്കൊച്ചനെ കുറിച്ച് കൃഷ്ണൻ അർജുന ആരോട് അല്ലെ, കടൽക്കൊച്ചിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലേ? അത് ആ സന്ദർഭം പെടഞ്ഞു. ഇത് ഭീമൻ കേൾക്കുന്ന സമയത്ത് എന്താ വെച്ചാല് ഈ ഒരു പങ്ക് ഈ വിജയിച്ചു കഴിഞ്ഞാൽ ഇവര് കൊടുക്കണ്ടല്ലോ എന്ന് ശ്രീകൃഷ്ണനൊക്കെ പറഞ്ഞ സമയത്ത് എന്ത് ധർമ്മയുദ്ധം പറയുന്നത്? ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ അധർമ്മയുദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ ഒരാളെ പക്ഷം നിന്നുകൊണ്ട് അതിന്റെ ആത്മാംശമൊക്കെ കലരാം. ഒരാളെ പക്ഷം നിന്ന് സമർത്ഥിച്ച് പോകുന്ന വല്ലാത്തൊരു ടെക്നിക്ക് അദ്ദേഹത്തിനുണ്ട്. ഫോക്ലോറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എഴുത്തുകാർ എടുക്കാറുള്ളത്. അല്ലാതെ അതേപടി എഴുതുന്നത് ഇതല്ല. ഇപ്പം മന്നപ്പന്റെ കഥ എൻ പ്രഭാകരൻ മാഷ് മന്നപ്പന്റെ കഥ അതേപടി വളർത്തി കഴിഞ്ഞാൽ അതിന്റെ പുനരാഖ്യാനം മാത്രം ഉണ്ടാവില്ല. പക്ഷേ മന്നപ്പൻ എല്ലാ കാലത്തുള്ള അദ്ദേഹത്തിന്റെ സുദീർഘമായ സഞ്ചാരങ്ങള്, വീരനായകന്റെ പതനങ്ങളൊക്കെ അത് ഏത് കാലത്തെ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ നടക്കുന്നതാണ്. ഏത് മനുഷ്യൻ സംഭവിക്കുന്നതാണ്. സാധാരണ മനുഷ്യനും അത്തരത്തിൽ എന്താണ് ചതിക്കപ്പെടുന്ന രീതിയിലുണ്ട് എന്നുള്ള തരത്തിൽ അതുപോലെ കാരിക്കുരുക്കളുടെ വാഴുന്നവരുടെ ഭ്രാന്തും നാട്ടുകാരുടെ ആദ്യം ഇതാക്കാൻ വേണ്ടിയിട്ട് പോയ കാരിക്ക് സംഭവിക്കുന്ന പുലിജന്മം അതിൽ സ്വീകരിച്ചിരിക്കുന്നതാണ്. പ്രകാശമാഷ്ക്ക് ഇതേ സംഭവിക്കുന്നത്. നല്ല രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന, മതേതരത്വത്തിന് നിൽക്കുന്ന, പ്രകൃതിക്ക് വേണ്ടി നിൽക്കുന്ന പ്രകാശമാഷ് പിന്നെ ആർക്ക് വേണ്ട? സുഹൃത്തിന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, അച്ഛന് വേണ്ട, പെങ്ങൾക്ക് വേണ്ട, കാമുകിക്ക് വേണ്ട. അയാൾ കാട് കയറേണ്ടി വരികയാണ്. ഈ പുലിയെ തേടി തിരിച്ചു വന്ന സമയത്ത് മന്ത്രം മറന്നുപോയ അവസാനം എന്താണ് പുലിയിൽ തന്നെ നിന്ന് കാട് കയറേണ്ട കാരിക്കുരുക്കളുടെ അതേ അവസ്ഥയിലേക്ക് പ്രകാശമാഷ് നിൽക്കുന്ന സമയത്താണ് അതിന്റെ ഭയങ്കരമായ അർത്ഥം ഉണ്ടാകുകയും ബംഗാളി ഓഡിയൻസ് അന്ന് സിനിമ പ്രിയനന്ദൻ ആ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ബംഗാളി പറയുന്നത് അത്യത്ഭുതകരമായ സിനിമ എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിന്റെ കാരണം സാധാരണ പ്രകാശ് മാഷ ജീവിതം ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് അങ്ങനെ മനുഷ്യന്റെ ആധുനികമായ മനുഷ്യന്റെ സംഘർഷങ്ങളെ പുരാണ കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് എം ടി വാസുദേവൻ ചെയ്തിരിക്കുക. അല്ലാതെ വടക്കൻ കഥ പുനരാവിഷ്കരിക്കുകയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ വൈശാലി എന്ന് പറയുന്നത് എന്താ പുരാണ കഥ ആവിഷ്കരിക്കുകയല്ലേ ചെയ്ത് ഇങ്ങനെ അരിക്കായി പോവുക. ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന ആള് ചരിത്രത്തിൽ നിന്ന് പുറത്തായി പോവുകയാണ്. ആ കുഞ്ഞ് ഇവിടെ വരെ കൊണ്ടുവന്ന് അയാളുടെ ആരവത്തിൽ അവള് മുങ്ങിപ്പോവുകയാണ്. ആരാണ് ചെയ്തത്? അതിലാണ്. അത്തരത്തിലുള്ള ചില ആശയങ്ങളും ചിന്തകളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പുരാണ കഥയെ ആശ്രയിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ പിന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തെ കുറിച്ച് വിശദീകരിക്കാൻ തന്നെ വേറൊരു തന്നെ നമ്മുടെ ജിനേഷ് കുമാർ അത് മാത്രം വിശദീകരിച്ചുകൊണ്ട് തന്നെ സുദീർഘമായിട്ട് ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 4 സിനിമയ്ക്കാണ് നമ്മുടെ കേന്ദ്ര വലിയ ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പരിണയം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, സദ്യ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, അതുപോലെ കടവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, അതുപോലെ വടക്കൻ വീരകഥ 4 എണ്ണത്തിനാണ്. അദ്ദേഹം 60ഓളം 59 സിനിമയ്ക്ക് അദ്ദേഹം തിരക്കഥ ചെയ്തിട്ടുണ്ട്. മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അദ്ദേഹം തിരക്കഥ എഴുതി തുടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞു. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മുടെ പത്മരാജന്റെയും അതുപോലുള്ള ആളുകളൊക്കെ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ എം ടിയുടെ തിരക്കഥയിൽ നിന്നാണ് വാസ്തവത്തിൽ പിന്നീട് വന്ന ലോഹിദാസ് അടക്കമുള്ള ആളുകളുടെയൊക്കെ ഒരു മാസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ പിന്നീട് അവരെ വഴിമാറിക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഒരു മാസ്റ്റർ എന്ന രീതിയിൽ എം ടി വാസുദേവൻ. മാത്രമല്ല ഒരു തിരക്കഥ സാഹിത്യ രൂപമായി തീരുക എന്ന് പറയുന്നത് അതിന് മുമ്പ് അങ്ങനെ ഇല്ല. എം ടിയുടെ തിരക്കഥയാണ് ആദ്യമായിട്ട് സർവകലാശാലയൊക്കെ പഠിക്കുന്ന രീതിയിലുള്ള തിരക്കഥയും വായിക്കാം, തിരക്കഥയും പഠിക്കാം, തിരക്കഥ പ്രസിദ്ധീകരിക്കാം. കാണുന്ന സാഹിത്യം എന്നാണ് ഇവർ കാണുന്ന സാഹിത്യം എന്നുള്ള രീതിയിൽ തിരക്കഥ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു സാധനമാണ്. പിന്നെ നിർമ്മാണത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എം ടി വാസുദേവൻ മരിക്കുന്നതിന് മുമ്പ് മരിച്ചതിന് ശേഷം ആക്രമണം നേരിടുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന നിശബ്ദമായി, പ്രത്യക്ഷത്തിലല്ല നിശബ്ദമായി പ്രഹരശേഷിയോടുകൂടി ഈ പറയുന്ന എല്ലാ അധികാരങ്ങൾക്കും എല്ലാ ആചാര ധിക്കാരങ്ങൾക്കും എതിരെയുള്ള അതിശക്തമായ കാരുണ്യലേശമില്ലാതെ വിമർശനം ഉന്നയിച്ചതാണ്. അതിന്റെ ഒരു മാതൃകയാണ് നമ്മുടെ നിർമ്മാല്യം എന്ന് പറയുന്നത്. തന്റെ ജീവിതം പോയി പോകുന്ന ഒരു ജന്മം മുഴുവൻ ദേവിയുടെ ഉപാസകനായി നിന്നിട്ട് തന്റെ ജീവിതവും തന്റെ പട്ടിണിയും പരിവട്ടങ്ങളും തന്റെ ഭാര്യ അടക്കമുള്ള ആളുകളുടെ ജീവിതം കീറി പറഞ്ഞ് സ്വപ്നം പോലെ അയക്കി നിൽക്കുന്ന സമയത്ത് പിന്നെ അയാൾക്ക് ആരോട് അവനെ പ്രതിഷേധിക്കാനുള്ളത്? തന്റെ ദൈവത്തിനോടല്ലാതെ. അങ്ങനെ തല വെട്ടിപ്പിളർന്ന് ചോരയൊലിച്ച് വായിലേക്കെത്തി ചോരയും തുപ്പലും ചേർന്നുള്ള ആ തുപ്പലുണ്ടല്ലോ, അന്നത് സാധ്യമാകുകയായിരുന്നു. അന്ന് പി ജെ ആന്റണി എന്ന് പറഞ്ഞൊരാൾക്ക് സാധ്യമായിരുന്നു, ഇന്ന് സാധ്യമാവില്ല. അതിന്റെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ബാലചന്ദ്രൻ ചുരുക്കയുടെ അസലായിട്ട് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ ഒന്നും ബഹുമാനം എന്നെ ഒരു പരിഗണിച്ചിട്ട് പോലില്ല. അയാൾക്ക് തോന്നും പോലെ അയാൾ തോന്നും പോലെ ജീവിച്ചു, തോന്നും പോലെ സഞ്ചരിച്ചു, തോന്നുംപടി അദ്ദേഹം എന്താണ് ഈ ജീവിതത്തോട് ഒട്ടി നിന്നു. പിന്നെയാണോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും എന്താണ് ഇനിയൊന്നും പരിഗണിച്ചു, പിന്നെയാണോ മരിച്ചതിന് ശേഷമാണ് പരിഗണിക്കുന്നത് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്ര കരുത്താർജിച്ച നിങ്ങൾ വിമർശനം ഒരാൾക്ക് വിമർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വലിയ അവാർഡാണെന്ന് ഞാൻ വിചാരിക്കും. ഏറ്റവും വലിയ അവാർഡാണ്. ആ തരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം, പല രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ പേരിൽ തന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹം പരിസരത്തെ നോക്കി എഴുതി, അദ്ദേഹത്തിന്റെ കാൽച്ചുവടിനെ നോക്കി എഴുതി. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗദ്യമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം ഒരുപാട് ലേഖനം എഴുതിയിട്ടുണ്ട്.
അദ്ദേഹം ഖാദികന്റെ പഠിപ്പുര എന്ന് പറഞ്ഞ സുന്ദരമായ മനോഹരമായ ഒക്കെ ഒരു കൈപ്പുസ്തകം പോലെ എഴുത്തുകാർക്ക് എഴുത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും ഗംഭീരമായ ഒരു പുസ്തകത്തിൽ. പിന്നെ രമണീയം ഒരു കാലം, മനോഹരമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ. മുത്തശ്ശിമാരുടെ രാത്രി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ. കണ്ണാന്തളിപ്പൂക്കട്ട കാലം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പ്. അതുപോലെ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ. ഗോപുര നടയിൽ എന്ന് പറഞ്ഞ ഒരു നാടകം സാധാരണഗതിയിൽ PSC എന്തായാലും ചോദിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എഴുത്തുകാരൻ എഴുതിയൊന്നല്ല ചോദിക്കുക, എഴുതാത്ത അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുക. അത് നാടകം ഇവരൊക്കെ എഴുതിക്കും. ബഷീർ കഥാബീജം ഒരാൾക്ക് നാടകമാക്കാൻ പറ്റിയില്ല എന്നാ, അത്രയും അധ്യായം ഉണ്ട്. അന്നേരം കേട്ടി പാത്തമേടാണ് നാടകമാക്കാൻ വേണ്ടിയിട്ട് ബഷീർ എഴുതി സുദീർഘമായ ഒരു സംഭവം. അവിടെ കേട്ടി പോകുന്ന വെച്ചാൽ ഇത് കലാനിലയം കൃഷ്ണനാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. ഇതൊന്നും അവസാനം അതെന്താ ഇത് പറ്റില്ല, ഇതാണ് പറ്റുന്നത്. മൂപ്പര് ഒരുപാട് ദീർഘമായില്ല. അന്നേരം ആരെ ഏൽപ്പിച്ച് കേട്ടി എന്നാ ഇനി കൊണ്ടുവിടും. പക്ഷെ ഇനി നാടായി കഴിഞ്ഞാൽ പാത്തമ്മയ്ക്ക് ഓടെ ആടിന് ഒരു തലവേദനയും പനി ഉണ്ടായിരുന്നു. ഇത് മനോഹരമായിട്ട് പറഞ്ഞു, ഒരു തലവേദനയും പനി ഉണ്ടായിരുന്നു. ഇനി കൊണ്ടുവച്ച് നാടകമാക്കിക്കൊണ്ടിരുന്നത്. നാടകം എളുപ്പമല്ല. തകഴിയോട് ചോദിച്ചു, തകഴി ചേട്ടന് പിന്നെന്താ നാടക രംഗത്തേക്ക് ചന്ദ്രശേഖരി കൂടിയാ ചോദിക്കുന്നത്, നാടക പ്രവർത്തകൻ. ചേട്ടൻ എന്താ നാടക രംഗത്ത് നിൽക്കാത്തത്? എന്റെ കുഞ്ഞുമോനെ, ഞാൻ ആകെ ഒരു നാടകം എഴുതി, അതിന്റെ പേര് തോറ്റില്ല. ഞാൻ നാടകം എഴുതി തോറ്റു വയ്ക്കുന്നത്. അതാണ് ഒരുപാട് ആളുകൾ അങ്ങനെ നാടകത്തിൽ പരീക്ഷണം തരും. പക്ഷെ MT പറഞ്ഞെന്താ, നിങ്ങളെന്താ നാടകത്തിൽ പ്രവർത്തിക്കാത്തതിന് ചോദിച്ചപ്പോൾ MT പറഞ്ഞത്, എനിക്ക് നാടകം എഴുതി കഴിഞ്ഞാൽ നാടകം കൊണ്ട് നിൽക്കൂലായിരുന്നു. അതിന്റെ സംവിധാനം വേണം, നടന്മാർ വേണം, അതിന്റെ വൈജ്ഞാനിക്കായിരുന്നു നേരവും കാര്യമില്ല എന്നുള്ളതാണ്. സിനിമയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. പക്ഷെ സിനിമ വേറൊരു രീതിയിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതൊരു ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നാടകം അങ്ങനെ ചിലപ്പോൾ നിൽക്കണമെന്നില്ല. കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സിനിമ കുറച്ചുകൂടി പണിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാജാവാദം നിൽക്കൂല, ഇയാൾക്ക് ഭയങ്കര അതിന്റെ ഒരു എഴുത്തിന്റെ ഒരു അധികാരിയെ നിൽക്കണം. സിനിമയ്ക്ക് പറ്റൂല. സിനിമ ഓരോ ആളുകൾ, നടന്മാരുടെ സൗകര്യങ്ങൾ, സംവിധായക സൗകര്യങ്ങൾ, അതിന്റെ മൂലധനം, അങ്ങനെ പോണ്ടി വരും. ആ തരത്തിലൊക്കെ ഏതായാലും സമ്പൂർണമായ ഒരു വലിയ ബൃഹത്തായ ഒരു കലാ സാഹിത്യ ജീവിതത്തിന്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ബഷീറിനെ പോലെ തന്നെ ബഷീറിന് കിട്ടിയ മറ്റെഴുത്തുകാർക്ക് കിട്ടാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീറിന്റെ ജന്മദിനത്തിൽ കേരളത്തിൽ എല്ലാ സ്കൂളും ഒരു പാത്തമ്മയും ഒരു ആടും എല്ലാം അതിനൊക്കെ വിമർശിച്ചിട്ട് ആള് എഴുതിക്കുന്നത്. പക്ഷെ ആ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയെങ്കിലും ബഷീർ വരട്ടേന്ന്. ഈ കുഞ്ഞു മക്കൾക്ക് വേറെ എന്തെങ്കിലും സാഹിത്യം ഉണ്ടോ? ആകെ അറിയുന്നത് എന്താ വെച്ചാൽ ഇപ്പോ BCom ക്ലാസ് എന്റെ ഒരു വിദ്യാർത്ഥി പിന്നെ ശ്രീനേഷ്, ഇപ്പോൾ ഹൈസ്കൂൾ എത്തിയവരാണ്. ശ്രീനേഷിനെ ഞാൻ പഠിപ്പിച്ച ശ്രീനേഷ് ഒരു ദിവസം എന്നോട് വന്നത് വൈകുന്ന കണ്ടിട്ട് പറഞ്ഞു, പക്ഷേ ഭയങ്കര തലമുറയെല്ലാം പോയി ഒരു രക്ഷയില്ല. ഒരന്തരം പാനൽ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പാനൽ കോളേജിൽ പിന്നെ കുറച്ച് മലയാളം ഉണ്ടല്ലോ, ഈ ചെറിയ ഒരു പേപ്പർ മലയാളം ഉണ്ട്. അപ്പൊ ഇവൻ വലിയ മനുഷ്യന്മാരെ ക്ലാസ്സിലൊക്കെ ഭയങ്കര കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയിട്ട് വെറുതെ ചോദിച്ചു, ഈ മഹാഭാരതം എഴുതിയത് ആരും? അന്നും കിട്ടൂല കേട്ടോ. ശരീരം കൊണ്ട് BComലാണ്, മനസ്സുകൊണ്ട് ടീച്ചറിന്റെ അംഗനവാടിയില്ല. അത്രയും ചെറുതായവര് പ്ലസ്റ്റുകാർക്ക് ഞാൻ ചെറിയ നാടോടിക്കാതല്ലേ പറഞ്ഞു കൊടുക്കുക. അതിനായിട്ട് ചിരിക്കുകയും ചെയ്യാം. സീരിയസ് ആയിട്ടൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ വലുതായിട്ടില്ല. കോഴി എന്താ പറയാ അൽഫാമും ബർഗറും പലാവലൊക്കെ തിന്നിട്ട് ശരീരമൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ മനസ്സൊക്കെ നിർമ്മല. അപ്പൊ ഇവൻ ചോദിച്ചു മഹാഭാരത എഴുതി ആരാന്ന് ചോദിച്ചു. വേറെ ഒന്നും കിട്ടുന്നില്ല. നാടൻകാര് ഒരു വലിയൊരു ശരീരമുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇവരോട് ചോദിക്കാം, ബഷീറാണോ സാർ? ഇവൻ പറയും ഞാൻ എന്റെ സീനിയേഴ്സ് അത് ഏറ്റവും വലിയ ഉത്തരാത്. കാരണം ഹുസൈൻ ബോൾട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു എഴുത്തുകാരൻ പറഞ്ഞില്ല. എന്നിട്ട് ഇവൻ ചിരിച്ചോണ്ടേ, അല്ല സാർ തെറ്റിപ്പോയി സാർ. ഇല്ല തെറ്റിയില്ല, ഞാൻ തന്നെ ഇരുന്നു. പക്ഷെ അതിന്റെ ഒരു വലിയ പോസിറ്റിവിറ്റി. കാരണം എന്താ അറിയോ, ഒരു ബഷീർ എഴുത്തുകാരനൊന്നും വായിക്കാത്ത ഇവനെ അറിയാം. അങ്ങനെ ജനകീയമായിട്ടാണ്. പോക്കറ്റടിക്കാരന്റെ കഥ ചെയ്തില്ലോ. അന്ന് ഏറ്റവും വലിയൊരു വാർത്ത വന്ന അങ്ങനെ ബഷീറിന്റെ വീട്ടിൽ ഈ ബഷീറിനെ എന്താ പറയാ ഈ സംസ്കരിക്കുന്ന സമയത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്ന സമയത്തുണ്ട്. ആ സമയത്ത് ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിച്ച് ബഷീറിന്റെ വീട്ടിൽ കഥാപാത്രം തന്നെ പോക്കറ്റ് അടിക്കാരന് വരെ ആള് കൂടുന്ന ഒരു സ്ഥലമായിരുന്നു. അല്ല അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം. അങ്ങനെ എന്താ വെച്ചാല് ജനകീയമായ രമണൻ പോലെ ജനകീയമായ ഒരു തലത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ. കുട്ടികൾക്കൊക്കെ അറിയാം MT വാസുദേവൻ, വായിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനാണ്. അങ്ങനെ വളരെ അത്തരത്തിലൊരു വലിയ എഴുത്തുകാരനെ, വലിയ പ്രതിഭാശാലിയെ, മലയാളം മറക്കാത്ത നമ്മുടെ തലമുറകളോട് സംബന്ധിച്ച എത്രയോ, എനിക്ക് തോന്നുന്ന 5-8 തലമുറകളോടോ അദ്ദേഹം എന്താണ് നിരന്തരം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മനുഷ്യനെ എന്താണ് തളിപ്പറമ്പിലെ ഏറ്റവും പ്രബുദ്ധരായ ആളുകൾ ചേർന്നിട്ട് നമ്മളെല്ലാവരും ചേർന്നിട്ട് ഓർമ്മിക്കുന്ന ഈ സായാഹ്നത്തിൽ എന്നെയും കൂടി ചേർത്ത് നിർത്തിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ആ വലിയ എഴുത്തുകാരൻ, വ്യക്തിപരമായ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ 92 അദ്ദേഹത്തിന് കാണാൻ പോയതും കുഞ്ഞമ്പലത്തിന്റെ അത്ര പേടി എനിക്കില്ലായിരുന്നു കേട്ടോ.
കാരണം വിവരമില്ലാത്തോണ്ടാ. കുഞ്ഞമ്പത്തേക്ക് വിവരമുണ്ടാണ്ട് ആ ചായ ഒന്ന് തട്ടി പറഞ്ഞില്ല. എനിക്കൊരു വിവരമില്ല. ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തൊന്ന് ചോദിച്ചു പോയിട്ട് എന്നെ ഒന്ന് നോക്കി സർട്ടിഫിക്കറ്റ് തന്നിട്ടോ. ഇയാളെ എനിക്ക് 8 കൊല്ലമായിട്ട് പരിചയം പറഞ്ഞു ഉണ്ട്. ഞാൻ ബാലവനത്തിൽ എഴുതാറുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായിട്ട് കുറെ പിന്നെ സവിശേഷമായ ഓർമ്മയും കാര്യങ്ങളും. ഏതായാലും മഹാനായ ഒരു വലിയ എഴുത്തുകാരനെ നമുക്ക് വേറെ അടുത്ത കൊല്ലാകുമ്പോൾ വേറൊരു രീതിയിൽ അല്ലെ കുറെ കൂടി വേറെ തലത്തിൽ MTയുടെ ഒരു പലതരത്തിലുള്ള ഓർമ്മകളൊക്കെ ആയി ചേർത്തുകൊണ്ട് ഉജ്ജ്വലമായിട്ട്, കാരണം അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നതാണ്. ഏതായാലും ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രമിച്ചതിന്, അത് കേട്ടല്ലോ, ഇത്ര നേരം എന്നെ സഹിച്ചതിന്, ഇരുന്നതിനല്ല, ഇത്ര നേരം എന്നെ സ്നേഹിച്ചതിന്, ഉപസരിച്ചതിന്, സഹിച്ചതിന്, സ്നേഹിച്ചതിന് നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു.